ഇന്ന് നമ്മൾ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 2 ആണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ടോപ്പിക് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഫോറിൻ മാറ്റർ ഇൻ ദി ആംബിയൻ അറ്റ്മോസ്ഫിയർ ഇൻ സഫിഷ്യൻറ്റ് കോൺസെൻട്രേഷൻ ഫോർ എ സഫിഷ്യൻറ്റ് ടൈം അണ്ടർ സർട്ടൻ സർക്കംസ്റ്റാൻസസ് due to human activity such that it affects comfort, health or welfare of a person or with its full use or enjoyment. അതായത് നമ്മുടെ എയറിൽ ഫോറിൻ മാറ്റർ പ്രസൻ്റ് ആണെങ്കിൽ അതെങ്ങനെ പ്രസൻ്റ് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ അബവ് ഫോർ എ പെർട്ടിക്കുലർ ടൈം അല്ലെങ്കിൽ ഒരു ചില പെർട്ടിക്കുലർ കണ്ടീഷനിൽ അത് പ്രസൻ്റ് ആണെങ്കിൽ അത് നമുക്ക് ഹെൽത്തിനും അതുപോലെ നമ്മൾ ഈ എയർ യൂസ് ചെയ്യുന്ന കംഫർട്ടബിളി എയർ ഉള്ളിലേക്ക് എടുക്കാനും പുറത്തേക്ക് എടുക്കാനും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആ ഒരു കോൺസെൻട്രേഷനിൽ ഈ ഫോറിൻ മാറ്റർ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് എയർ പൊല്യൂഷൻ. ഇവിടെ കാണുന്നത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള ഡിഫറെൻറ്റ് ലെയേഴ്സാണ്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ, അങ്ങനെ താഴ്ന്ന മുകളിലേക്ക് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട്. ഈ ലെയേഴ്സ് മുകളിലേക്ക് എത്തുന്തോറും ഡെൻസിറ്റി കുറയും. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് ഈ അറ്റ്മോസ്ഫിയർ ഗ്രൗണ്ടിൻ്റെ നിയർ സൈഡിലെത്തുമ്പോൾ തിക്കറാണ്. ഇനി വിൻ്റർ സമയത്ത് എയർ പൊതുവേ ഡെൻസറായ കാരണം എയറിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് അഥവാ പൊല്യൂഷൻ കോസിങ് പാർട്ടിക്കിൾസ് കൂടുതലായതുകൊണ്ട് അതും ഹയർ ലെയറിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോകാൻ ചാൻസ് കുറവാണ്. അതേസമയം സമ്മർ സീസണിൽ ഇത് പെട്ടെന്ന് വെൻറ്റിലേറ്റ് ചെയ്ത് പോവും, കാരണം എയർ തിക്നെസ് കുറഞ്ഞു. അപ്പോൾ സമ്മർ സീസണിൽ പൊതുവേ എയർ പൊല്യൂഷൻ ഇഫക്ട്സ് കുറവാണ്. ഇനി കുറച്ച് സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ എക്സാമ്പിൾസൊക്കെ വളരെ കോമൺ എക്സാമ്പിൾസ് തന്നെയാണ്. മോട്ടോർ വെഹിക്കിൾ എക്സോസ്റ്റ്, അതായത് അതിൽ നിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്സ്, സൾഫർ ഓക്സൈഡ്സ്, പിന്നെ ഈ പവർ സ്റ്റേഷൻസ് അങ്ങനത്തെ റിയാക്ടറിൽ നിന്നും ഒക്കെ വരുന്ന അതിൻ്റെ ഫ്ലെയർ സ്റ്റാക്കിൽ നിന്ന് വരുന്ന ഗ്യാസ്, പിന്നെ ബിൽഡിങ്സ് ഡിമോളിഷൻ നടത്തുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പിന്നെ റോഡ് കൺസ്ട്രക്ഷനിലെ ടൈമിൽ വരുന്ന പ്രോസസ്സിങ്ങിൻ്റെ ഡസ്റ്റ്, പിന്നെ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഏതൊരു പ്രോസസ്സിൻ്റെയും എൻഡിലും നമുക്ക് പൊല്യൂഷൻ ഉണ്ട്. ആ പൊല്യൂഷൻ ഫാക്ടേഴ്സ് എയറിലും വാട്ടറിലും ഒക്കെ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വോൾക്കാനിക് ഇറപ്ഷൻസ്, അത് പിന്നെ ഒരു നാച്ചുറൽ കലാമിറ്റി പോലെയാണ്. റെയർലി ആണ് ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാവുന്നത്, ബട്ട് വെൻ ഇറ്റ് ഹാപ്പൻസ് നമുക്ക് ഒരുപാട് എമൗണ്ട് ഓഫ് ഡസ്റ്റ് ഒരു സിംഗിൾ ഏരിയയിൽ തന്നെ തങ്ങി നിൽക്കും ഒരുപാട് സമയത്തിന്. പിന്നെ ഫോറസ്റ്റ് ഫയേഴ്സും ഇതുപോലെ തന്നെയാണ്, റെയറായിട്ട് ഉണ്ടാകുന്നത്, ബട്ട് ഇറ്റ് കോസസ് ഗ്രേറ്റ് ഡേഞ്ചർ. ഇനി എയർ പൊല്യൂട്ടൻസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നാച്ചുറൽ ആണ്. നാച്ചുറൽ തന്നെ വോൾക്കാനോ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്മോക്ക്, ആഷ്, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് ഒക്കെ ഉണ്ട്. സെക്കൻഡ് വരുന്നത് ഡസ്റ്റാണ്. ഡസ്റ്റ് തന്നെ പല രീതിയിലും വരാം. അപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് നാച്ചുറലായിട്ട് ഡസ്റ്റ് വരുന്നത് ഒരു ബെയർലാൻഡ് അഥവാ ഒരു ഡെസേർട്ട് ഏരിയയിൽ നിന്ന് വിൻഡ് വരുമ്പോൾ അതിൻ്റെ കൂടെ ആ മണൽത്തിരിയ അല്ലെങ്കിൽ ആ മൺതിരിയ ഒക്കെ പറന്നു വരുന്ന ആ ഒരു ഇതിനെയാണ്. പിന്നെ ഫോറസ്റ്റ് ഫയേഴ്സ് ഉണ്ടാകുമ്പോൾ സ്മോക്ക്, പിന്നെ ഈ കത്തിയതിൻ്റെ ആഷ് ഒക്കെ എയറിൽ തന്നെ ഉണ്ടാവും. അപ്പം അത് ഫുള്ളി അവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് എയർ പൊല്യൂഷനൊരു കാരണമാണ്. പിന്നെ വെറ്റ്ലാൻഡ്സ്, അവിടെ മൈക്രോബിയൽ ആക്ഷൻ കൊണ്ട് ഒരുപാട് മീഥെയ്ൻ പ്രൊഡ്യൂസ് ചെയ്യും. ഒരുപാട് മൈക്രോ ഓർഗാനിസം അവരുടെ റെസ്പിറേറ്ററി പ്രോസസ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം വരുന്ന ഗ്യാസസ് മീഥെയ്ൻ ആൻഡ് അത് ഹൈഡ്രോ കാർബൺസ് ആണ്. അപ്പോൾ അതും എയറിൽ ഒരുപാട് കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നത് നല്ലതല്ല. അടുത്തത് ആന്ത്രോപോജനിക് ടൈപ്പാണ്, അതായത് ഹ്യൂമൻ ആക്ടിവിറ്റി കൊണ്ടുണ്ടാകുന്നത്. അതിൽ തന്നെ സ്റ്റേഷനറി പോയിൻറ്റ് സോഴ്സസ് ഉണ്ട്. ഒരു ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള ഒരു കമ്പഷൻ ഫ്ലെയർ സ്റ്റാക്ക് അഥവാ കമ്പഷൻ ചിമ്നികളൊക്കെ എവറി ഹൗസ് ഹാസ് എ ചിമ്നി. പിന്നെ വരുന്നത് മൊബൈൽ സോഴ്സസ് ആണ്. അത് മെയിനായിട്ടും വെഹിക്കിൾ തന്നെയാണ്. അത് നമ്മുടെ ലാൻഡിൽ പോകുന്ന വെഹിക്കിൾസ്, 2 വീലർ 4 വീലർ എക്സെട്ര ഉണ്ട്. പ്ലസ് എയർ തന്നെയുള്ള എയർപ്ലെയിൻസ് ഉണ്ട്. പിന്നെ എവാപ്പറേറ്റീവ് സോഴ്സസ് ആണ്. അത് ചില വോളറ്റൈൽ ലിക്വിഡ്സ് എയറുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ പെട്ടെന്ന് വോളറ്റൈലായി പോകുന്ന, എവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന ഒരുപാട് ഹൈഡ്രോ കാർബൺസ് ഉണ്ട്. അപ്പോൾ സോൾവെൻറ്റ്സ്, പെസ്റ്റിസൈഡ് ഒക്കെ
ഡേഞ്ചറസ് കെമിക്കൽസ് ആണ്. അപ്പോൾ അത് എയറിലേക്ക് എത്തുന്നത് ഈവൻ ഇഫ് ഇറ്റ്സ് ഇൻ സ്മോൾ കോൺസെൻട്രേഷൻ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രേ പെയിൻറ്റ്സ് അല്ലെങ്കിൽ അതർ പെർഫ്യൂംസ് ആൻഡ് സ്പ്രേ ഇതിലൊക്കെ സ്മോൾ എമൗണ്ട് ഓഫ് ഡേഞ്ചറസ് ഹൈഡ്രോകാർബൺസ് ഉണ്ട്. അടുത്ത ടൈപ്പ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ എന്ന ക്ലാസിഫിക്കേഷനാണ്. അതിൽ ഇൻഡോർ എന്ന് പറയുമ്പോൾ അത്ര വലിയ സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് പൊല്യൂഷൻ ഇല്ല. ജസ്റ്റ് കുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുമ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് സ്മോൾ എമൗണ്ട്സിലാണെന്ന് പറയാം. മേജറായിട്ട് ഔട്ട്ഡോർ പൊല്യൂട്ടൻസ് ആണ്. അത് തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി USEPA ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ലിസ്റ്റ് ഓഫ് പൊല്യൂട്ടൻസ്. അത് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, സൾഫർ, പിന്നെ ഓസോൺ തന്നെ ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തുമ്പോൾ ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ഹ്യൂമൻ ബീങ്സ് ആൻഡ് അതർ ഓർഗാനിക് ക്രീച്ചേഴ്സ്. പിന്നെ പെർട്ടിക്കുലേറ്റ് മാറ്റർ, അതായത് PM10 തൊട്ട് PM2.5 വരെയുള്ളത്. ഈ PM10 എന്ന് പറയുമ്പോൾ 10 മൈക്രോമീറ്റേഴ്സ് ഉള്ള പാർട്ടിക്കുലേറ്റ് മാറ്റർ, 2.5 എന്ന് പറയുമ്പോൾ 2.5 മൈക്രോമീറ്റർ ഉള്ള. അപ്പോൾ ഈ രണ്ടിൻ്റെ ഇടയിലുള്ള പാർട്ടിക്കിൾസ് മെയിനായിട്ടും പൊല്യൂട്ടൻസ് ആയിട്ട് വരുന്നത് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൈമറി ആൻഡ് സെക്കൻഡറി പൊല്യൂട്ടൻസ് ഡയറക്റ്റ്ലി അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പണായിട്ട് ചെന്നിട്ട് അവിടെ അതേ ഫോമിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന പൊല്യൂട്ടൻസ് ആണ് പ്രൈമറി പൊല്യൂട്ടൻസ്, അതായത് കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്. സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ ഈ പ്രൈമറി പൊല്യൂട്ടൻസിന് തന്നെ എന്തെങ്കിലും ഒരു ഫോമിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവുന്ന പൊല്യൂട്ടൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ഓസോൺ, അതിനൊക്കെ ഒരു ഫോട്ടോ ആക്ടിവേഷൻ വന്നിട്ട് സൺലൈറ്റായിട്ട് റിയാക്ട് ചെയ്തുണ്ടാവുന്ന വേറൊരു കോമ്പൗണ്ടായി മാറുന്ന അവസ്ഥയൊക്കെ അല്ലേ, അങ്ങനെയാണ് പറയുന്നത്. അതിനെയാണ് സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഫോമാൽഡിഹൈഡ്, പിന്നെ PAN എന്ന് പറഞ്ഞാൽ പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ്, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. പിന്നെ വരുന്നത് ഹസാർഡസ് പൊല്യൂട്ടൻസ്. ഹസാർഡസ് പൊല്യൂട്ടൻസിൽ ഒരുപാട് കെമിക്കൽസ് വരും. ഹെവി മെറ്റൽസ്, ആസ്ബസ്റ്റോസ്, വിനൈൽ ക്ലോറൈഡ്, ഫോമാൽഡിഹൈഡ് എക്സെട്ര. അങ്ങനെ സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. ക്യാൻസർ, ബർത്ത് ഡിഫക്ട്സ്, പിന്നെ ന്യൂറോളജിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുന്ന ഹസാർഡസ് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ഈ ഗ്രൂപ്പിൽ പെടും. പിന്നെ വരുന്നതാണ് പെർട്ടിക്കുലേറ്റ് മാറ്റർ. പെർട്ടിക്കുലേറ്റ് മാറ്റർ തന്നെ ഡിഫറെൻറ്റ് സൈസസിൽ വരുമ്പോൾ അത് ഡിഫറെൻറ്റ് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ PM10 ഒക്കെ വരുന്നത് 10 മൈക്രോമീറ്ററിലൊക്കെ വരുന്നത് നോസിൽ ട്രാപ്ഡ് ആവും. 5 to 10 അതായത് കുറച്ചുകൂടി കുറവ് സൈസ് വരുമ്പോൾ അത് ത്രോട്ടിലെത്തും. കുറച്ചും കൂടി സ്മോളർ ലെസ്സർ ദാൻ 5 മൈക്രോമീറ്റർ ആണെങ്കിൽ അത് നമ്മുടെ ലങ്സിൻ്റെ ബ്രോങ്കിയോൾസിലെത്തും. പിന്നീട് വളരെ കുറവാണെങ്കിൽ നമ്മുടെ ലങ്സിൻ്റെ വളരെ ഡീപ്പായിട്ടുള്ള പോർഷൻസിലേക്ക് അതെത്തും. അപ്പോൾ അത് വളരെ ക്രോണിക്കായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. പിന്നെ ഗേഷ്യസ് പൊല്യൂട്ടൻസ് നമ്മൾ നേരത്തെ കണ്ടതാണ്. SO2, CO, NOx, O3. നെക്സ്റ്റ് വരുന്നതാണ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതും നമ്മൾ നേരത്തെ കണ്ടു. അസിറ്റോൺ, ബെൻസീൻ പോലെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വാപ്പറേറ്റ് ചെയ്ത് പോകുന്ന കോമ്പൗണ്ട്സ്. എഥലൈൻ ഗ്ലൈക്കോൾ, ഫോമാൽഡിഹൈഡ്, ടൊളുവിൻ, സൈലീൻ ഒക്കെ പോലെയുള്ള കോമ്പൗണ്ട്സ് അതിന് എക്സാമ്പിളാണ്. ഈ സൈലീൻ, ടൊളുവിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മാർക്കർ പെൻസിലൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അത് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തും. ഇതൊക്കെ ട്രേസ് എമൗണ്ടിൽ എത്തുമെങ്കിലും അതൊക്കെ ഭയങ്കര ഹസാർഡസ് ആണ്. അപ്പോൾ അതാണ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഇനി ഈ എയർ പൊല്യൂഷൻ്റെ ഇഫക്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദി നെഗറ്റീവ് ഇഫക്ട്സ്. ഹെൽത്തിനുണ്ടാകുന്ന എഫക്റ്റ് ഇവിടെ കുറേ എഫക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഐ ഇറിറ്റേഷനാണ്. നമ്മുടെ ഐസ് വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് ഈ കെമിക്കൽസൊക്കെ അല്ലെങ്കിൽ ഡസ്റ്റ് ആയാലും ഒക്കെ നമ്മുടെ കണ്ണിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഐ ഇറിറ്റേഷൻ പോലെ തന്നെ നോസ് ആൻഡ് ത്രോട്ട് ഇറിറ്റേഷൻ ഇൻഹെയിൽ ചെയ്യുമ്പോൾ. ഇത് ഒക്കെ എന്താ പറയുക, ബോഡിയിലുണ്ടാകുന്ന ക്വിക്ക് റെസ്പോൺസുകളാണ്. കുറച്ചും കൂടി കാലക്രമേണ നമുക്ക് ഒരു സമൂഹത്തിൽ ഒബ്സർവ് ചെയ്യാവുന്ന പ്രോപ്പർട്ടീസാണ്. മോർട്ടാലിറ്റി ഇൻക്രീസ് ചെയ്യുക, അതുപോലെ മോർബിഡിറ്റി റേറ്റ് ഇൻക്രീസ് ചെയ്യുക. അങ്ങനെ വളർച്ച മുരടിക്കുക അല്ലെങ്കിൽ വളർച്ച, മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ വളർച്ചയെ ഇല്ലാതെ ആൾ മരിച്ചു പോകുന്ന അവസ്ഥ. പിന്നെ പൾമണറി ഡിസീസ്, ബ്രോൺചിറ്റിസ്, ആസ്മ പോലെയുള്ള ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള അസുഖങ്ങൾ. പിന്നെ നമ്മുടെ ഹീമോഗ്ലോബിനിൽ തന്നെ നമുക്കറിയാം ഓക്സിജൻ കമ്പൈൻ ചെയ്യുന്നതിന് പകരം കാർബൺ മോണോക്സൈഡ് കമ്പൈൻ ചെയ്താൽ അത് ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കും.
പിന്നെ കാർസിനോജനിക്കായ ഏജൻറ്റ്സ്, അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ കെമിക്കൽസൊക്കെ, ബെൻസീൻ റിങ് ഇൻക്ലൂഡ് ചെയ്ത കെമിക്കൽസൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതൊക്കെ കാർസിനോജൻസ് ആണ്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഓർഗൻസിന് ക്യാൻസർ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇനി പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് നോക്കുമ്പോഴും അവരുടെയും ഗ്രോത്തും പ്രീമെച്യൂർ ഏജിങ് ഉണ്ടാവുന്ന അവസ്ഥയുണ്ടാവും. ലീഫ് ബ്ലീച്ചിങ്, അതായത് ലീഫിൻ്റെ ആ ഒരു നാച്ചുറലായിട്ടുള്ള ഗ്രീൻ കളറ് ഇല്ലാതെയാവുന്ന അവസ്ഥ. എന്നിട്ട് ഫോട്ടോസിന്തസിസ് ഒക്കെ ശരിക്കും നടക്കാൻ പറ്റില്ല അങ്ങനെയാവുമ്പോൾ. പിന്നെ ആസിഡ് ഡെപ്പോസിഷൻ, ഇപ്പോൾ ഈ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്സ് ഒക്കെ വാട്ടറായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ ആസിഡ്സ് ഉണ്ടാവും. ഈ ആസിഡ്സൊക്കെ ഇവൻച്വലി മണ്ണിലേക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ ഹ്യൂമൻസിനെ പോലെ ആനിമൽസിനും റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ടാവും, അവർക്കും അങ്ങനത്തെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അപ്പോൾ അതാണ് എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇനി എൻവയൺമെൻറ്റിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം വിസിബിലിറ്റി കുറയും. നമുക്കറിയാം ഡൽഹി പോലെയുള്ള ബിഗ് സിറ്റീസിലൊക്കെ സ്മോഗ് വന്ന് ഫിൽ ചെയ്തിട്ട് നമുക്ക് രാവിലെ ഒന്നും കാണാൻ പറ്റുന്നില്ല, വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്നവർക്കും ഒക്കെ റോഡിലൊന്നും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇറ്റ് ഈസ് എ വേഴ്സ് കണ്ടീഷൻ ഓഫ് എയർ പൊല്യൂഷൻ. അതുപോലെ മെറ്റൽസുമേ ആയാലും ഒക്കെ ഈ പൊല്യൂട്ടൻസ് വന്ന് പറ്റിപ്പിടിച്ചാൽ അത് റിയാക്ഷൻ നടന്നിട്ട് ആ മെറ്റൽസ് ആയാലും അഥവാ ആ സ്റ്റോൺസ്, സ്റ്റാച്യൂസ്, മോണ്യുമെൻറ്റ്സ്, താജ്മഹലൊക്കെ അതിൻ്റെ വലിയൊരു ഇഷ്യൂ ആണല്ലോ. അതുപോലെ ഫാബ്രിക്സ് ആയാലും ക്ലോത്ത്സ് ആയാലും ഒക്കെ ഈ വക പൊല്യൂട്ടൻസ് വരുമ്പോൾ ഒക്കെത്തിൻ്റെയും ഡ്യൂറബിലിറ്റി കുറയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺട്രോൾ മെഷേഴ്സ് ടു റെഡ്യൂസ് എയർ പൊല്യൂഷൻ ആണ്. അപ്പോൾ ആദ്യം തന്നെയുള്ള ചെയ്യാനുള്ളത്, നമ്മൾ ഓരോ പ്രയോറിറ്റി അനുസരിച്ചിട്ട് എയർ പൊല്യൂട്ടൻസിനെ സോർട്ട് ചെയ്യുക. ഏറ്റവും ഡേഞ്ചറസ് തൊട്ട് ഏറ്റവും കമ്പാരിറ്റീവ്ലി ഹാംലെസ് എന്നുള്ള ആ ഒരു ഹൈറാർക്കിയിൽ നമ്മൾ അതിനെ സോർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇഷ്യൂസ് ഏറ്റവും പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യേണ്ടത് അതിനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തുക. അങ്ങനെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഡേറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് അത് പ്ലാൻ ചെയ്യണം. പിന്നെ ഇൻവോൾവ് ദി പബ്ലിക്. ജസ്റ്റ് ഒരാളോ രണ്ടാളോ വിചാരിച്ച് നടക്കേണ്ടതല്ല, ലൈക്ക് ദ ഹോൾ സൊസൈറ്റി ഷുഡ് ബി എ പാർട്ട് ഓഫ് ഇറ്റ്. അങ്ങനെ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതിനിപ്പോൾ നമുക്കറിയാം EIA, എയർ ആക്ട്സ് ഒക്കെ അതിനൊരു ലോസാണ്. അപ്പോൾ അതൊക്കെ നല്ല ഇനീഷ്യേറ്റീവ്സാണ്. അതുപോലെയൊക്കെ നമ്മളും കൂടി അതിനകത്ത് ഭാഗമാവണം. പിന്നെ ഫോറസ്റ്റേഷൻ പ്രോഗ്രാംസ്, പീരിയോഡിക് എയർ ക്വാളിറ്റി മോണിറ്ററിങ്. ഫോറസ്റ്റേഷൻ പ്രോഗ്രാം എന്നൊക്കെ പറയുന്നത് ഏതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ കാര്യങ്ങളാണ്. അപ്പോൾ അതിനൊന്നും നമ്മൾ മടി കാണിക്കാൻ പാടില്ല. എയർ ക്വാളിറ്റി മോണിറ്ററിങ് എന്ന് പറയുന്നതും ഇതുപോലെ എയർ ആക്ട്സ് ഒക്കെ പോലെയുള്ളതിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ അഡോപ്ഷൻ ഓഫ് സ്ട്രിഞ്ചൻറ്റ് പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ്. ദി ലോസ് ഷുഡ് ബി റിയലി സ്ട്രിക്റ്റ്. we should not be lenient on the rules about nature. പിന്നെ കൺവെൻഷണൽ ഫ്ലൂയിഡ്സ് ഒഴിവാക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ, ഡീസലൊക്കെനേക്കാളും ഏറ്റവും നല്ലത് CNG ഒക്കെ പോലെയുള്ള ഗ്യാഷ്യസ് ഫ്യൂൽസിലേക്ക് നമുക്ക് മാറാനായിട്ട് ശ്രമിക്കാം. പിന്നെ റിന്യൂവബിൾ എനർജി സോഴ്സസ് പ്രൊമോട്ട് ചെയ്യാം. ഇതൊക്കെയാണ് നമുക്കുള്ള ഓപ്ഷൻസ്. നമ്മുടെ ഇന്ത്യയിൽ 2015 ഇൻട്രൊഡ്യൂസ് ചെയ്ത ദി നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു അവയർനെസ് പ്രോഗ്രാം കാരണം എയർ പൊല്യൂഷനെ പറ്റി കുറച്ചും കൂടി അവയർനെസ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ റൈറ്റ് ഡയറക്ഷനിലേക്കുള്ള പാത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് സക്സസ്ഫുള്ളായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകണം. നെക്സ്റ്റ് നമ്മൾ വരുന്നത് വാട്ടർ പൊല്യൂഷനിലേക്കാണ്. അപ്പോൾ വാട്ടർ പൊല്യൂഷൻ്റെ ഏറ്റവും നോട്ടീസബിൾ സൈൻസ്, നമ്മൾ ഒരു സ്ഥലത്ത് വാട്ടർ പൊല്യൂഷൻ ഉണ്ട് എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു, അതിനുള്ള കുറച്ച് പോയിൻറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ്, ഒഫെൻസീവ് ഓഡേഴ്സ് ഫ്രം റിവേഴ്സ്, സ്ട്രീംസ്, ലേക്സ് ആൻഡ് ഓഷ്യൻസ്. ഇതൊരു വാട്ടർ ബോഡിയിൽ നിന്നും ഒരു മോശമായ സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് പൊല്യൂട്ടഡ്. കാരണം ക്ലിയർ വാട്ടർ ഹാസ് നോ സ്മെൽ. അല്ലെങ്കിൽ ഈ വെള്ളത്തിലുള്ള അപ്പിയറൻസ് തന്നെ ഒരു ബിഗ് ഫാക്ടറാണ്. ഓയിലി അഥവാ ഗ്രീസി മെറ്റീരിയൽ ഒക്കെ വെള്ളത്തിലുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമെങ്കിൽ ദാറ്റ് വാട്ടർ ഈസ് ഡേർട്ടി. പിന്നെ നമ്മൾ വാട്ടർ ബോഡീസിലൊക്കെ ഒന്നും
അഡക്വേറ്റ് ടൈമിൽ ക്ലിയർ ചെയ്യാണ്ട് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാണ്ടിട്ടിട്ട് ഒരുപാട് വീഡ്സ്, ഇപ്പോൾ കുളവാഴയൊക്കെ പോലത്തെ വീഡ്സ് ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു പൊല്യൂഷൻ്റെ ഇൻഡിക്കേറ്ററാണ്. അങ്ങനെ വീഡ്സ് വരുന്നത് ഒരു നെഗറ്റീവ് കാര്യമാണ്. പിന്നെ ബാഡ് ടേസ്റ്റ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, യു ഹാവ് ടു ചെക്ക് ഇറ്റ്. പിന്നെ ഒരു ഫ്രഷ് വാട്ടർ ബോഡിയാണെങ്കിൽ അതിനകത്ത് അക്വാറ്റിക് ലൈഫ് കുറഞ്ഞു വരുന്നത് കണ്ടാൽ തന്നെ അറിയാം ആ വാട്ടറിൻ്റെ ക്വാളിറ്റിക്ക് ഡീഗ്രഡേഷൻ സംഭവിച്ചു എന്ന്. വാട്ടർ പൊല്യൂഷൻ ഡിഫറെൻറ്റ് സോഴ്സസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിൻറ്റ് സോഴ്സ് ആണ്, അതായത് എവിടെ നിന്നാണ് ആ വാട്ടർ പൊല്യൂട്ടഡ് ആവുന്നത് എന്ന് പറഞ്ഞാൽ ആ സോഴ്സ് നമുക്ക് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ നിന്നൊരു എഫ്ലുവൻറ്റ് ഡിസ്ചാർജ് ഒരു റിവറിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വാട്ടർ ബോഡിയിലേക്കോ ഉണ്ടെങ്കിൽ നമുക്ക് ആ പോയിന്റിൽ നിന്നാണ് അതിൻ്റെ സോഴ്സ് എന്ന് നമുക്കറിയാം. അതേസമയം ഇപ്പോൾ ഓഷ്യനിലൊക്കെ ആണെങ്കിൽ അവിടെ എവിടെ നിന്നപ്പോൾ വേസ്റ്റ് വരുന്നതെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് പോയിൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. നോൺ പോയിൻറ്റ് സോഴ്സ് അഥവാ ഡിഫ്യൂസ് സോഴ്സസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കതിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് എവിടെയാണെന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു ലാർജ് ഏരിയനകത്ത് നമ്മൾ പൊല്യൂട്ടൻസ് കാണുന്നതേ ഉള്ളൂ, ജസ്റ്റ് അതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ജനറൽ വാട്ടർ യൂസ് സൈക്കിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, നമുക്കൊരു സോഴ്സിൽ നിന്ന് ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ പോയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്കും അഥവാ മറ്റ് ഇൻഡസ്ട്രിയലി അല്ലെങ്കിൽ കൊമേഴ്ഷ്യലി ആപ്ലിക്കേഷൻസിനൊക്കെ ഈ വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത വെള്ളം നമ്മൾ വീണ്ടും യൂസ് ചെയ്തിട്ട് ആ വെള്ളത്തിൻ്റെ വേസ്റ്റ് വാട്ടർ കളക്ട് ചെയ്തിട്ട് അത് വീണ്ടും ട്രീറ്റ് ചെയ്തിട്ട് ആ വെള്ളം തന്നെ വീണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് വരുന്നു. അപ്പോൾ ഇറ്റ്സ് എ സൈക്ലിക് പ്രോസസ്സ്. അപ്പം നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം മിക്കവരും ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യുന്നവരാണ്. ബട്ട് ഒരു വാട്ടർ ട്രീറ്റ് ചെയ്ത വാട്ടർ പമ്പ് സിസ്റ്റമോ അല്ലെങ്കിൽ ജനറൽ വാട്ടർ പൈപ്പിലൂടെ പൈപ്പ് ലൈൻ സിസ്റ്റത്തിലൂടെ വെള്ളം ലഭിക്കുന്നവർക്ക് ദേ വിൽ ബി ഏബിൾ ടു റിലേറ്റ് ഇറ്റ്. അപ്പോൾ അതാണ് ഒരു ജനറൽ യൂസ് ഓഫ് വാട്ടർ. നാച്ചുറൽ സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷനാണ് നെക്സ്റ്റ് ടോപ്പിക്. അതിനകത്ത് റെയിൻ വാട്ടർ, അറ്റ്മോസ്ഫിയർ അതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം റെയിൻ വാട്ടർ നമ്മൾ അറ്റ്മോസ്ഫിയറിലായിട്ടും അതുപോലെ വേറെ മരങ്ങളോ അങ്ങനെ ഈ ബിൽഡിങ്ങുകളൊക്കെ അങ്ങനെ കുറേ സ്ഥലത്ത് തട്ടിയിട്ടാണ് നമ്മൾ അറ്റ് ലാസ്റ്റ് ഗ്രൗണ്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി നേരത്തെ പഠിച്ച പോലെ എയർ പൊല്യൂട്ടൻസ് ഉണ്ട്, അതിൽ പലതും വാട്ടറായിട്ട് റിയാക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ സൾഫറിൻ്റെ, നൈട്രജൻ്റെ ഓക്സൈഡ്സ് ഒക്കെ. അപ്പോൾ നമുക്ക് ഭൂമിയിലേക്ക് അവസാനം എത്തുന്ന വെള്ളം തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി പ്യുവർ എന്ന് പറയാനായിട്ട് പറ്റില്ല. പിന്നെ ഇതുപോലെ സറൗണ്ടിങ് വെജിറ്റേഷൻ, അതിൽ നിന്ന് വരുന്ന വെള്ളവും അതിനെയൊക്കെ തട്ടിയിട്ട് വരുന്ന വെള്ളം നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഈവൻ ഗ്രൗണ്ട് വാട്ടറിലായാലും അണ്ടർഗ്രൗണ്ട് റോക്സ്, വോൾക്കാനോസ് ഒക്കെ വരുമ്പം ആ വാട്ടർ ബോഡീസും പൊല്യൂട്ടഡ് ആവും. അതിനകത്ത് നിന്ന് വരുന്ന ഡസ്റ്റും കെമിക്കൽ കോമ്പൗണ്ട്സും ഈ വാട്ടറിനെ ഇംപ്യൂർ ആക്കും. പിന്നെ നാച്ചുറൽ റൺ ഓഫ്, സാധാരണ നമ്മൾ ഈ കാണുന്ന ലേക്കിലും ഒക്കെ അങ്ങനത്തെ വാട്ടർ ബോഡീസിലും അവർ ആ വെള്ളം അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള എല്ലാ സിൽറ്റും അങ്ങനെ പൊല്യൂട്ടൻസൊക്കെ അത് ക്യാരി ചെയ്യും. പിന്നെ ആന്ത്രപ്പോജനിക് സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ, അഗ്രികൾച്ചർ റൺ ഓഫ്, ഇൻഡസ്ട്രിയൽ എഫ്ലുവൻറ്റ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം ഉണ്ടാകുന്നത്, മെയിനായിട്ടുണ്ടാകുന്നത് നമ്മൾ ഡൊമസ്റ്റിക്കലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഹൗസിൽ ഇഷ്ടംപോലെ പരിപാടികൾ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ കുക്കിംഗ് ആയാലും വാഷിംഗ് ആയാലും ഗാർഡനിങ്, ക്ലീനിങ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ വരുന്ന വേസ്റ്റ് വാട്ടർ. പിന്നെ അഗ്രികൾച്ചർ റൺ ഓഫ്, അതിനകത്ത് തന്നെ ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ് എമൗണ്ട്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻറ്റ്, അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതിനകത്ത് എന്താ പറയുക, ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ടാവും. പിന്നെ ഹ്യൂമൻ കെയർലെസ്നെസ് ഒരു വലിയ ഫാക്ടറാണ്. ഫോർ എക്സാമ്പിൾ ഓയിൽ സ്പിൽ, മറൈൻ ഡംപിങ്, പിന്നെ ഗ്ലോബൽ വാർമിംഗ്, യൂട്രിഫിക്കേഷൻ, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടിയൊക്കെ സസ്റ്റൈനബിളായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് ആന്ത്രപ്പോജനിക് സോഴ്സസ്. പിന്നെ ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ. ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ഹൗസ് ഹോൾഡിലും ജനറേറ്റ് ആവുന്ന വേസ്റ്റ്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. പിന്നെ മോസ്റ്റ്ലി ലിക്വിഡ് തന്നെയായിരിക്കും, സോളിഡ് പാർട്ടിക്കിൾസ് അതിനകത്ത് കുറവായിരിക്കും. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ കുക്കിംഗ് വേസ്റ്റൊക്കെ പോലെ ഓർഗാനിക് വേസ്റ്റുകളായിരിക്കും കൂടുതൽ. നെക്സ്റ്റ് വരുന്നതാണ് അഗ്രികൾച്ചറൽ വേസ്റ്റ് വാട്ടർ. അതിനകത്ത് കുറച്ച് കെമിക്കൽസ് ഉണ്ടാവും, എസ്പെഷ്യലി നൈട്രജൻ, ഫോസ്ഫേറ്റ്സ്,
പിന്നെ ഓർഗാനിക് മാറ്റർ. പിന്നെ ഇതിൽ ഏറ്റവും ഹാംഫുൾ കാറ്റഗറിയാണ് പെസ്റ്റിസൈഡ്സ്. അതിനകത്ത് വരുമ്പോൾ ഒരു ഇൻസെക്ട്സിനെ കൊല്ലുന്ന ഹാംഫുൾ ഫെയ്റ്റലായിട്ടുള്ള കെമിക്കൽസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ആവശ്യത്തിലധികം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ മണ്ണിൽ കിടക്കുമ്പോഴാണ് പ്രശ്നം. പിന്നെ അത് ഫ്ലോ ചെയ്ത് വാട്ടർ ബോഡീസിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഒരു പ്ലാന്റ് ബോഡി അബ്സോർബ് ചെയ്യില്ലല്ലോ. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. കുറേ ജനറൽ വാട്ടർ പൊല്യൂട്ടൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനോർഗാനിക് സോൾട്ട്സ്, ഓയിൽ സ്പിൽ, മറൈൻ ഡംപിങ്, പിന്നെ ഗ്ലോബൽ വാർമിംഗ്, യൂട്രിഫിക്കേഷൻ, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടിയൊക്കെ സസ്റ്റൈനബിളായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് ആന്ത്രപ്പോജനിക് സോഴ്സസ്. പിന്നെ ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ഹൗസ് ഹോൾഡിലും ജനറേറ്റ് ആവുന്ന വേസ്റ്റ്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. പിന്നെ മോസ്റ്റ്ലി ലിക്വിഡ് ആയിരിക്കും, സോളിഡ് പാർട്ടിക്കിൾസ് അതിനകത്ത് കുറവായിരിക്കും. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ കുക്കിംഗ് വേസ്റ്റൊക്കെ പോലെ ഓർഗാനിക് വേസ്റ്റുകളായിരിക്കും കൂടുതൽ. നെക്സ്റ്റ് വരുന്നതാണ് അഗ്രികൾച്ചറൽ വേസ്റ്റ് വാട്ടർ. അതിനകത്ത് കുറച്ച് കെമിക്കൽസ് ഉണ്ടാവും, എസ്പെഷ്യലി നൈട്രജൻ, ഫോസ്ഫേറ്റ്സ്, പിന്നെ ഓർഗാനിക് മാറ്റർ. പിന്നെ ഇതിൽ ഏറ്റവും ഹാംഫുൾ കാറ്റഗറിയാണ് പെസ്റ്റിസൈഡ്സ്. അതിനകത്ത് വരുമ്പോൾ ഒരു ഇൻസെക്ട്സിനെ കൊല്ലുന്ന ഹാംഫുൾ ഫെയ്റ്റലായിട്ടുള്ള കെമിക്കൽസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ആവശ്യത്തിലധികം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ മണ്ണിൽ കിടക്കുമ്പോഴാണ് പ്രശ്നം. പിന്നെ അത് ഫ്ലോ ചെയ്ത് വാട്ടർ ബോഡീസിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഒരു പ്ലാന്റ് ബോഡി അബ്സോർബ് ചെയ്യില്ലല്ലോ. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. കുറേ ജനറൽ വാട്ടർ പൊല്യൂട്ടൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനോർഗാനിക് സോൾട്ട്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന നൈട്രേറ്റ്സ്, ഫോസ്ഫേറ്റ്സ്, കാർബണേറ്റ്സ്, ക്ലോറൈഡ്സ്, പിന്നെ കാൽഷ്യം, മഗ്നീഷ്യം, അയോൺ ഇതിൻ്റെയൊക്കെ സൾഫേറ്റ്സ് വരുന്നുണ്ട്. ഇത് മെയിനായിട്ട് വാട്ടറിൻ്റെ ഹാർഡ്നെസ്സാണ് കോസ് ചെയ്യുക. നമുക്കറിയാം ബൈകാർബണേറ്റ്സ്, കാർബണേറ്റ്സ്, പിന്നെ സൾഫേറ്റ്സ്, ക്ലോറൈഡ്സ് ഒക്കെ വാട്ടർ ഹാർഡ്നെസ് കോസ് ചെയ്യും. സത്യം പറഞ്ഞാൽ ആ വാട്ടർ യൂസ്ലെസ് ആയി പോവാണ്. അത് ഒരു കാര്യമാണ്. പിന്നെ എന്ന് വെച്ചാൽ നൈട്രേറ്റ്സ്, ഫോസ്ഫേറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടു ഫെർട്ടിലൈസർ വാല്യൂ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വാട്ടർ ബോഡിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വിചാരിച്ചതിനൊക്കെ കൂടുതൽ പ്ലാന്റ് ഗ്രോത്ത് ഉണ്ടാക്കും. അങ്ങനെ ഇവൻച്വലി യൂട്രിഫിക്കേഷൻ ഉണ്ടാവും. അപ്പം അങ്ങനെ ആ ഒരു വാട്ടർ ബോഡി ഇല്ലാതെയായിട്ട് മെല്ലെ മെല്ലെ അതൊരു ലാൻഡ് ഏരിയ ആയിട്ട് മാറും. അപ്പം അതും നല്ലതല്ല. നമുക്ക് വാട്ടർ ബോഡി തന്നെ വേണം. അടുത്തതാണ് ആസിഡ് ഓർ ആൽക്കലീസ്. ആസിഡ് ഓർ ആൽക്കലി വരുമ്പോൾ വാട്ടറിൻ്റെ pH മാറും. pH 6 to 8 റേഞ്ചിൽ നമ്മളെപ്പോഴും നിലനിർത്തണം. അതൊരു 7 ആണ് ഐഡിയൽ. അപ്പോൾ ആസിഡ് വരുമ്പോൾ അതിനനുസരിച്ച് കുറയും, ബേസസ് വരുമ്പോൾ അതിനനുസരിച്ച് കൂടും. അപ്പോൾ വലിയ വാട്ടർ ബോഡീസിലൊക്കെ ആണെങ്കിൽ ഷിപ്പൊക്കെ പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഭയങ്കര നെസസറിയാണ്. കാരണം അല്ലെങ്കിൽ ഷിപ്പിനൊക്കെ അതിൻ്റെ മെറ്റീരിയൽസിനൊക്കെ കൊറോഷൻ ഉണ്ടാവും. പിന്നെ ആ വാട്ടർ ബോഡിയിൽ സ്വിം ചെയ്യുന്നവർക്കും ഇങ്ങനെ pH ഡിഫറെൻ്റ് ആണെങ്കിൽ അവരുടെ സ്കിന്നിലും ബോഡിയിലും ഒക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ ഓർഗാനിക് മാറ്റർ ഒരു വാട്ടർ ബോഡിയിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് കുറേയൊക്കെ നിശ്ചയിക്കുന്ന ഒരു ഫാക്ടറാണ്. ഒരു ഫിഷ് ലൈഫിൽ നമുക്ക് 3 to 4 mg/L ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ വേണം. അപ്പം ഈ ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മളതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുമ്പം വാട്ടർ ബോഡിയിലേക്ക് എത്തുമ്പോൾ ഈ ഡിസോൾവ്ഡ് ഓക്സിജൻ കുറഞ്ഞു പോവും. അങ്ങനെ അക്വാട്ടിക് ലൈഫിന് അത് ഭയങ്കര ത്രെറ്റാണ്. പിന്നെ സസ്പെൻഡഡ് സോളിഡ്സ്, അതായത് ജസ്റ്റ് കുറേ ഇപ്പോൾ മരക്കഷ്ണങ്ങളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകളോ അങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ട് വെറുതെ സോളിഡ്സ് കിടക്കുക. അത് വാട്ടറിനകത്തൊരു റിയാക്ഷനും നടക്കുന്നില്ല. അതേസമയം എന്താ പറയുക, അതൊരു ഡിസ്റ്റർബൻസാണ് അക്വാട്ടിക് ലൈഫിനും പ്ലാന്റ്സിനൊക്കെ ആയാലും അതിൻ്റെ ഫ്രീ ഫ്ലോയിനും ഒക്കെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. ഫ്ലോട്ടിംഗ് മാറ്ററും ഇതുപോലെ തന്നെയാണ്. ഓയിൽ, ഗ്രീസ്, അതുപോലെ വാട്ടർ ബോഡിയുടെ സർഫസിൽ ഫ്ലോട്ട് ചെയ്യുന്ന മെറ്റീരിയൽസാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ വെള്ളത്തിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നതും അത് ഒബ്സ്ട്രക്റ്റ് ചെയ്യും. അങ്ങനെ താഴെയുള്ള വളരുന്ന പ്ലാന്റ്സിനൊന്നും ആഡക്വേറ്റ് ആയിട്ട് ലൈറ്റ് കിട്ടാതെ വരും.
അടുത്തത് തേർമൽ ഡിസ്ചാർജസ് ആണ്. അപ്പോൾ വാട്ടറുടെ pH പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടറിൻ്റെ ടെമ്പറേച്ചറും. വാട്ടറിനകത്ത് അക്വാട്ടിക് ലൈഫിന് നിലനിന്ന് പോകണമെങ്കിൽ ഒരു ആഡക്വേറ്റ് ടെമ്പറേച്ചർ കീപ്പ് ചെയ്യണം. അടുത്തത് കളറിങ് മെറ്റീരിയൽസ് ആണ്. അത് വരുന്നത് പേപ്പർ മിൽ, ടെക്സ്റ്റൈൽ മിൽ, അതുപോലെ കളറിങ് വരുന്ന ഇൻഡസ്ട്രീസിൽ നിന്നാണ്. അപ്പം അങ്ങനെ വരുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ അത് കെമിക്കൽസ് ആണ്. അപ്പോൾ അതുകൊണ്ടുള്ള പൊല്യൂട്ടൻസ് ഉണ്ട്. പ്ലസ് അത് വാട്ടറിലേക്ക് ലൈറ്റ് കടത്തി വിടുന്നതിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യും. നമ്മൾ പ്ലാന്റ്സിന് വേണ്ട വേവ് ലെങ്ത് അവർക്ക് കിട്ടണം എന്നില്ല. അപ്പോൾ അത് പ്ലാന്റിനെയും ആ രീതിയിലും അത് എഫക്റ്റ് ചെയ്യും. പിന്നെ ടോക്സിക് കെമിക്കൽസ്, അത് ഏറ്റവും അധികം ടോക്സിക് ആയിട്ടുള്ള ഹസാർഡസ് ആയിട്ടുള്ള ഏത് ഹ്യൂമൻ ബോഡിയിൽ വളരെ കുറച്ച് എമൗണ്ടിൽ തന്നെ എത്തിയാൽ പോലും ഡേഞ്ചറസ് ആവുന്ന കെമിക്കൽസ് ആണ്. അതിൻ്റെ എക്സാമ്പിൾസ് സയനൈഡ്സ്, സൾഫൈഡ്സ്, അസറ്റിലീൻ, ആൽക്കഹോൾ ഒക്കെ എക്സാമ്പിളാണ്. അപ്പം അത് ക്യുമുലേറ്റീവ് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു വാട്ടർ ബോഡിയിലെ പ്ലാന്റിനും ആനിമൽസിനും അങ്ങനെ ഹോൾ ടോട്ടലി ആ ഒരു വാട്ടർ ബോഡി ഡിറ്റീരിയോറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കോമ്പൗണ്ട് ഹെക്സാവാലൻറ്റ് ക്രോമിയം എന്ന് പറയുന്ന കോമ്പൗണ്ട് വെറ്റ് സിമെൻറ്റിൽ കാണപ്പെടുന്ന ഒരു കോമ്പൗണ്ടാണ്. അത് വെള്ളത്തിൽ സോല്യൂബിളാണ്. അത് സ്കിന്നിലേക്ക് സോക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതൊരു അലർജി ഉണ്ടാക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. അപ്പം സിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കാണുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് വെള്ളത്തിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്തതാണ് മൈക്രോ ഓർഗാനിസംസ്. ഡൊമസ്റ്റിക് സെക്ടറിലൊക്കെ നമ്മളതുപോലെ ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് ബാക്ടീരിയ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ബാക്ടീരിയ തന്നെ ഡിഫറെൻറ്റ് ആക്ഷൻസ് ഉള്ളതുണ്ട്. ഓർഗാനിക് മാറ്ററിനെ ഡീഗ്രേഡ് ചെയ്യുന്ന, അതിന് ഡീക്കേ ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ട്. അതേസമയം പത്തോജനിക് ആയിട്ടുള്ള ഡിസീസ് കോസിങ് ബാക്ടീരിയകളും ഉണ്ട്. അപ്പോൾ രണ്ടും ഡേഞ്ചറസ് ആണ്. അടുത്തത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആണ്. അത് നമ്മൾ പെട്ടെന്ന് അറിയൊന്നുമില്ല. ദേ ആർ കളറോ ഓർഡറോ അങ്ങനെയൊന്നും ഇല്ല. ബട്ട് വെൻ ദേ ഗെറ്റ് ഇൻ ടു ദ സ്കിൻ അയണൈസിങ് നടക്കും. പിന്നെ അത് റേഡിയേഷൻസ് കോസ് ചെയ്യും. പിന്നെ അത് കാർസിനോജനിക്കായി മാറുകയാണ് ചെയ്യുന്നത്. മ്യൂട്ടേഷൻസൊക്കെ ഉണ്ടാവും. ലാസ്റ്റാണ് ഫോം പ്രൊഡ്യൂസിങ് മാറ്റർ. അതായത് ഈ വെള്ളത്തിലൊക്കെ ചില കെമിക്കൽസ് കാരണം പതയൊക്കെ പോലെ വരും. അപ്പോൾ അടുത്തതാണ് സസ്റ്റൈനബിൾ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യുന്ന ഒരു സസ്റ്റൈനബിൾ മെത്തേഡ് ഉണ്ടെങ്കിൽ ആ മെത്തേഡ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എൻവയൺമെൻ്റലി, സോഷ്യലി, എക്കണോമിക്കലി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എൻവയൺമെൻ്റലി നമ്മൾ പൊല്യൂഷൻ റിമൂവൽ, ഇതിൻ്റെ എനർജി യൂസ് ഒക്കെ, ഇതിനെത്രമാത്രം ലാൻഡ് റിക്വയർഡാണ് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എക്കണോമിക്കലി നോക്കുമ്പോൾ കോസ്റ്റ് ഓഫ് എൻഡ് യൂസേഴ്സ്, ആളുകൾക്ക് എത്ര രൂപയ്ക്ക് വെള്ളം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും, ഇതിന് ഇനീഷ്യലി ക്യാപിറ്റൽ എത്ര കോസ്റ്റ് ഉണ്ട്, പിന്നെ ഇതിന് എത്രമാത്രം ഓപ്പറേഷൻസും മാനേജ്മെൻറ്റൊക്കെ എങ്ങനെ നടക്കും, അതൊക്കെ നമ്മൾ നോക്കണം. സൊസൈറ്റി ആണെങ്കിൽ സൊസൈറ്റിയിലും പബ്ലിക് പാർട്ടിസിപ്പേഷൻ എത്രമാത്രം ഉണ്ട്, എത്രമാത്രം കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഈ ഒരു വാട്ടർ ഫീഡ് ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫാക്ടേഴ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സസ്റ്റൈനബിൾ വേസ്റ്റ് വാട്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിലെ ഡിഫറെൻറ്റ് സ്റ്റെപ്സാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യത്തെ പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ്. ഇതിനകത്ത് ഏറ്റവും ലാർജ് സൈസ്ഡ് ആയ മെറ്റീരിയൽസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ചുള്ളിക്കമ്പുകൾ, റാഗ്സ്, സ്റ്റിക്സ്, അതുപോലെ ട്വിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്ക്രീൻ ചെയ്ത് കളയും. പിന്നെ പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ ഈ സ്ക്രീനിങ് ഒക്കെ നടത്തിയിട്ട് കുറച്ചും കൂടി സെഡിമെൻറ്റേഷനൊക്കെ ചെയ്ത് കുറച്ചും കൂടി സ്മോളർ പാർട്ടിക്കിൾസിനെ, ഇപ്പോൾ സാൻഡ് ഒക്കെ പോലത്തെ അങ്ങനത്തെ ഡസ്റ്റ് അങ്ങനത്തെ പോലത്തെ പാർട്ടിക്കിൾസിനെ നമ്മൾ റിമൂവ് ചെയ്യാം. സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. അവിടെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ എയറോബിക് അഥവാ എനൈറോബിക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിനെയൊക്കെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ 3 ട്രീറ്റ്മെൻറ്റ്സ് ആകുമ്പോൾ ഓൾമോസ്റ്റ് ഓക്കെയാണ്. പിന്നീട് നമ്മൾ ക്ലോറിനേഷനൊക്കെ ചെയ്യാറ്. ബട്ട് ടെർഷ്യറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ മെത്തേഡും കൂടി ഉണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഓസോണേഷൻ, അൾട്രാ വയലറ്റ് ട്രീറ്റ്മെൻറ്റ് പോലെയുള്ള എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ചെയ്യാം. അപ്പോൾ വാട്ടറിൻ്റെ കുറച്ചും കൂടി എസ്തെറ്റിക്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വാട്ടർ ഏറ്റവും സേഫായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ആ 4 സ്റ്റെപ്സ്.
ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിനെ പറ്റിയ ഓരോ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെത്തഡോളജീസാണ് ഇവിടെ 4 ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ വേസ്റ്റ് വാട്ടർ പോണ്ട്സ് ആണ്. ഇവിടെ നമ്മളൊരു പോണ്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പോണ്ട് അല്ലെങ്കിൽ ലഗൂൺ. അപ്പം അതിനകത്ത് നമ്മൾ നല്ല ബാക്ടീരിയകൾ, ഈ ഓർഗാനിക് കോമ്പൗണ്ട്സൊക്കെ ഡീക്കേ ചെയ്യിപ്പിക്കുന്ന ബാക്ടീരിയനെ നമ്മൾ വളർത്തുക, എയറോബിക് ഓർ അനേറോബിക്. അപ്പം ആ ബാക്ടീരിയ നമുക്ക് വേണ്ടിയിട്ട് പ്യൂരിഫിക്കേഷൻ ചെയ്തു തരും. അപ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു ലോ കോസ്റ്റ് ഏർപ്പാടാണ്. കാരണം പോണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കണമെന്നില്ല, ഇറ്റ് കുഡ് ബി ഫൗണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടൊരു യൂണിറ്റ് ഉണ്ടാക്കണ്ട. ഇവിടെ വരുന്ന വാട്ടറെല്ലാം ഈ ബാക്ടീരിയൽ ആക്ഷൻ മൂലം ബെറ്ററായിട്ടാണ് നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി ഒരു വൃത്തിയാവുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ അതാണ് വേസ്റ്റ് വാട്ടർ പോണ്ട്സ്. കൺസ്ട്രക്റ്റഡ് വെറ്റ്ലാൻഡ്സിലെ ഒരു പ്ലാന്റഡ് സോയിൽ ഫിൽട്ടർ ബെഡിൽ കൂടെ നമ്മൾ വാട്ടറിനെ ഫ്ലോ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ഫിൽട്ടർ ബെഡ് ഉണ്ടാവും, അതിനകത്ത് കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്, ഫില്ലിംഗ് മെറ്റീരിയൽ. ഏതൊക്കെയാണ്? സാൻഡ്, ഗ്രാവൽ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടെ വാട്ടർ പോകുമ്പോൾ ഒരു നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ് നടത്താനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ബയോഫിലിം ഉണ്ടാവും, അവിടെ ബാക്ടീരിയൽ ആക്ടിവിറ്റി ഉണ്ടാവും, പിന്നെ പൊല്യൂട്ടൻസ് സെഡിമെൻ്റ് ആവും, പിന്നെ ഫിൽട്രേഷൻ നടക്കും, പിന്നെ എഡ്സോർപ്ഷൻ, പ്രസിപ്പിറ്റേഷൻ, നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സുകളൊക്കെ ഇതിനകത്ത് നടക്കും. ഇതൊക്കെ നാച്ചുറലി നടക്കുന്ന അതാണ്, അല്ലാതെ നമ്മൾ വേറെ എക്യുപ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടൊന്നുമല്ല. ജസ്റ്റ് ഈ ഫിൽട്ടർ ബെഡ് മാത്രമാണ് നമ്മുടെ പ്രൊവിഷൻ. അപ്പോൾ ഇതിനകത്ത് പ്ലാന്റ്സൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫിൽട്ടർ ബെഡിൻ്റെ എഫിഷ്യൻസിയൊക്കെ കുറച്ചും കൂടി നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. അങ്ങനെ റീഡൊക്കെ നമ്മൾ പ്ലാന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനെ റീഡ് ബെഡ് ഫിൽറ്റേഴ്സ് എന്ന് വിളിക്കും. അടുത്ത നല്ലൊരു മെത്തേഡാണ് UASB, അപ്ഫ്ലോ എനറോബിക് സ്ലഡ്ജ് ബ്ലാങ്കറ്റ്. ഇവിടെ നമ്മൾ വേസ്റ്റ് വാട്ടർ കൊടുക്കുമ്പോൾ അതൊരു സ്ലഡ്ജായിട്ട് നമുക്ക് തിരിച്ച് കിട്ടുകയാണ്. അപ്പോൾ അവിടെ നടക്കുന്നത് ഒരു എനറോബിക് പ്രോസസ്സാണ്, മൈക്രോബിയൽ പ്രോസസ്സാണ്. അത് നടന്നിട്ട് കാർബൺ ഡയോക്സൈഡ്, മീഥേനാണ് ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്ത മീഥേൻ നമുക്ക് വീണ്ടും ബയോഗ്യാസായിട്ട് ഒരു സോഴ്സായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും, ഫ്യൂവൽ സോഴ്സായിട്ട്. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന സ്ലറി, എൻഡ് പ്രൊഡക്റ്റ്, ആ സ്ലറി എന്താ പറയുക, വേറെ പ്ലാന്റ് ബോഡീസിനൊക്കെ കൊടുക്കുമ്പോൾ അതിനും നല്ല ഒരു എനർജിയാണ്, അവർക്കൊരു ഫെർട്ടിലൈസർ പോലെ അത് സെർവ് ചെയ്യും. ഈ ഒരു മെത്തേഡ് സ്മോൾ സ്കെയിലും ലാർജ് സ്കെയിലും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് നമുക്ക് സ്പേസ് കൺസേർവ് ചെയ്യാനായിട്ട് പറ്റും. സ്പേസ് അധികം സ്പെൻഡ് ചെയ്യാനില്ലാത്ത സ്ഥലത്ത് ഇതൊരു നല്ല മെത്തേഡാണ്. പിന്നെ SIT, സോയിൽ അക്വിഫർ ട്രീറ്റ്മെൻറ്റ്. നമ്മൾ പാർഷ്യലി ട്രീറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് വാട്ടറിനെ മണ്ണിലേക്ക് ഇറങ്ങാനായിട്ട് അനുവദിക്കുകയാണ്, എന്നിട്ട് അതിനെ ഗ്രൗണ്ട് വാട്ടറിലേക്ക് മിക്സ് ചെയ്യാൻ അനുവദിക്കുകയാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ സോയിലിൽ കൂടി അല്ല അത് താഴേക്ക് എത്തുന്നത്. നമ്മൾ കുറച്ചും കൂടി അൺസാച്ചുറേറ്റഡ് ആയിട്ട് ആ സോയിലിനെ പാക്ക്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനുള്ള ആ സ്ഥലത്ത് കൂടിയാണ് താഴേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു എക്സ്ട്രാ മിക്സിങ് അല്ലെങ്കിൽ എക്സ്ട്രാ പ്യൂരിഫയിങ് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് റിയാക്ഷൻസ് ഈ മണ്ണിലൂടെ പോകുമ്പോൾ മിനറൽസിൻ്റെ കോണ്ടാക്റ്റ് കൊണ്ട് എക്സ്ട്രാ റിയാക്ഷൻസും അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല മെത്തഡാണ്. ഇത് അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല, ഇൻഎക്സ്പെൻസീവാണ്. പിന്നെ പത്തോജനൊക്കെ റിമൂവ് ചെയ്യാൻ ഇത് പറ്റും. പക്ഷേ ഇതൊരു ടെക്നിക്കൽ അപ്രോച്ച് നമ്മൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഇതുകൊണ്ടൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗ്രൗണ്ട് ലെവലിലേക്ക് എത്താൻ ഒരു ടൈം കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് പ്യൂരിഫിക്കേഷൻ നടക്കും. മറ്റേത് നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നു, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, വീണ്ടും അതേ വെള്ളം യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു സൈക്ലിക് വാട്ടർ സർക്കുലേഷനാണ്. അപ്പോൾ അത് വേണ്ട, കുറച്ചും കൂടി പ്യൂരിഫൈഡ് ആയിട്ട് കിട്ടണം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ദിസ് ഈസ് എ ഗുഡ് മെത്തേഡ്. വാട്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ബേസിക് സ്കീമാറ്റിക് ഡയഗ്രമാണ് ഇതിനകത്ത് കാണുന്നത്. ഇവിടെ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ പ്രിലിമിനറി സ്ക്രീനിങ് നമ്മൾ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കൊയാഗുലേഷൻ, ഫ്ലോക്കുലേഷൻ, സെഡിമെൻറ്റേഷൻ ഒക്കെ നടക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കൊയാഗുലൻസ് ആഡ് ചെയ്തിട്ട് കൊയാഗുലേഷൻ നടത്തിയിട്ട് ഫ്ലോക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ കുറേ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും. ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് അതർ പൊല്യൂട്ടൻസ് ഒക്കെ കൂടി അഗ്രിഗേറ്റ് ആയി വന്ന് അത് ഫ്ലോക്കുലേറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ അതിനെ റിമൂവ് ചെയ്യാൻ എളുപ്പമാണ്. അത് കഴിഞ്ഞ് സെഡിമെൻറ്റേഷൻ മെത്തേഡ്, അതും കഴിഞ്ഞിട്ടാണ് ഈ സാൻഡ്, ഗ്രേവൽ
ഒക്കെ ഇട്ട ഒരു ഫിൽറ്റർ ബെഡ് പോലെ ഒരു ബെഡിലേക്ക് നമ്മൾ ഈ വെള്ളം കൊടുക്കുന്നു. അത് ക്ലീനായിട്ട് പിന്നെ അഡ്വാൻസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ്സ്, ഡിസിൻഫെക്ഷൻ, അതായത് UV ട്രീറ്റ്മെൻറ്റ്, ക്ലോറിനേഷൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഫൈനൽ എസ്തറ്റിക് വാല്യൂ വെള്ളത്തിന് വരുത്തിയിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ഫോർ റെപ്രസെൻറ്റേഷൻ ഓൺലി. UASB അതായത് അപ്ഫ്ലോ അനറോബിക് സ്ലഡ്ജ് ബ്ലാങ്കറ്റിൻ്റെ ഒരു ഡയഗ്രമാണ്. ഇതിനകത്ത് താഴ്ന്നാണ് നമ്മൾ ഇൻലെറ്റ് അഥവാ വേസ്റ്റ് വാട്ടർ കൊടുക്കുന്നത്. അത് സ്ലഡ്ജ് ഗ്രാന്യൂൾസ് ആയിട്ട് അതിലത്തെ വേസ്റ്റ് മാറും, അതിങ്ങനെ ക്ലോഗ് ചെയ്യും. പിന്നെ അതിലത്തെ ഗ്യാസ്, അതായത് എയറോബിക് മൈക്രോബിയൽ ആക്ടിവിറ്റി കാരണം ഉണ്ടാകുന്ന ആ ബയോഗ്യാസ് മുകളിലേക്ക് പോവും. ആ മുകളിൽ തന്നെയാണ് ഔട്ട്ലെറ്റ്, ആ സൈഡിൽ, അതുകൂടെ ക്ലീൻ വാട്ടർ പോവും. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് സോളിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സോഴ്സുകൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ സോഴ്സ് എയറോബിക് മൈക്രോബിയൽ ആക്ടിവിറ്റി കാരണം ഉണ്ടാകുന്ന ആ ബയോഗ്യാസ് മുകളിലേക്ക് പോവും. ആ മുകളിൽ തന്നെയാണ് ഔട്ട്ലെറ്റ്, ആ സൈഡിൽ, അതുകൂടെ ക്ലീൻ വാട്ടർ പോവും. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് സോളിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സോഴ്സുകൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ സോഴ്സ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ്, അതായത് നമ്മൾ ഡൊമസ്റ്റിക് സെക്ടറിൽ ഒരു യൂഷ്വൽ ഹോം അല്ലെങ്കിൽ അങ്ങനത്തെ സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റുകൾ, അത് സാനിറ്റേഷൻ റെസിഡ്യൂ, പിന്നെ സ്ട്രീറ്റ്സിലൊക്കെ ഉള്ള, ഇപ്പോൾ നമ്മൾ വലിച്ചെറിയുന്ന എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ ഈവൻ ഇല പൊഴിയുന്നത് പോലും ഇറ്റ്സ് ലൈക്ക് എ വേസ്റ്റ്. പിന്നെ ഡിമോളിഷൻ ഡെബ്രിസ്, ബിൽഡിങ്ങുകളൊക്കെ പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ്. അടുത്ത ടൈപ്പാണ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, അതായത് ഒരു ഇൻഡസ്ട്രിയിൽ ലാർജ് സ്കെയിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റാണത്. അപ്പോൾ അത് കെമിക്കൽസ് ആവാം, ടോക്സിക് സബ്സ്റ്റൻസസ് ആവാം, അല്ലാതെ വെറുതെ ഉള്ള സാധാരണ വരുന്ന ഡേ ടു ഡേ വേസ്റ്റ് ആയിരിക്കാം, ഇൻഫ്രാസ്ട്രക്ചറൽ ആയിട്ടുള്ള വേസ്റ്റ് ആയിരിക്കാം. ഇപ്പോൾ അങ്ങനെ സാധാരണ വളരെയധികം ജനറേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്ന മെറ്റൽ, കെമിക്കൽ, പേപ്പർ, പെസ്റ്റിസൈഡ്, ഡൈ, റിഫൈനിങ്, റബ്ബർ, ഇതൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന ഫാക്ടറികളിലാണ്. നെക്സ്റ്റ് ഹോസ്പിറ്റൽ വേസ്റ്റാണ്. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എക്സ്ട്രീം സാനിറ്റേഷൻ ഫോളോ ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ ഹ്യൂമൻ ഹെൽത്തിന് വളരെയധികം കൺസിഡറേഷൻ ഉണ്ട്. നമ്മളെല്ലാം ഡിസ്പോസിബിൾ ഐറ്റംസ് യൂസ് ചെയ്യുക. ഈവൻ ഒരു സിറിഞ്ച് ആയാലും ഒരു ബാൻഡേഡ് ആയാലും ഒക്കെ വൺ ടൈം യൂസാണ്. അപ്പോൾ അതൊക്കെ കളയുമ്പോൾ ഇഷ്ടം പോലെ വേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ഭയങ്കര ഇൻഫെക്ഷ്യസ് ആയ വേസ്റ്റ് ആയിരിക്കും. നമ്മൾ ബെയർ ഹാൻഡ്സ് കൊണ്ട് നമ്മൾ തൊടാനോ അതിൻ്റെ അടുത്തേക്ക് ചെല്ലാനോ പറ്റില്ല. എക്സ്ട്രീം കെയർ കൊടുക്കേണ്ട വേസ്റ്റാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിൽ ഓർക്കണം. പിന്നെ വരുന്ന ഹസാർഡസ് വേസ്റ്റാണ്. ഹസാർഡസ് വേസ്റ്റ് ടോക്സിക് കെമിക്കൽസാണ്. അതിനെ പ്രത്യേകിച്ച് ഏരിയ എന്നോ സോഴ്സ് എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് കുഡ് ബി ഫ്രം എനിവെയർ. ഈവൻ നമ്മുടെ വീട്ടിലായാലും ബാറ്ററി, പെയിൻറ്റിങ്സ്, ഓൾഡ് മെഡിസിൻസ്, ഷൂ പോളിഷ്, ഇതൊക്കെ നമ്മൾ വിട്ടുകളയുന്ന ചില കാര്യങ്ങളാണ്. ബട്ട് ദേ ആർ റിയലി ഡേഞ്ചറസ്. അപ്പോൾ ദീസ് വേസ്റ്റ് മേ ബി ക്രോണിക്കലി ഓർ അക്യൂട്ട്ലി ടോക്സിക് ആൻഡ് വിച്ച് മേ കോസ് ക്യാൻസർ. പിന്നെ ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാക്കാം, ഹ്യൂമൻസിനെയും ആനിമൽസിനെയും എല്ലാം എഫക്റ്റ് ചെയ്യാം. ടോപ്പിക്ക് ഇമ്പാക്റ്റ് ഓഫ് സോളിഡ് വേസ്റ്റ് ആണ്. അപ്പോൾ അത് ലാൻഡ് എൻവയൺമെൻറ്റിന് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമുക്ക് നോക്കാം. മെയിനായിട്ട് നമ്മൾ ഈ സോളിഡ് വേസ്റ്റ് ലാൻഡിൽ ഡംപ് ചെയ്യുമ്പോഴാണ് ഈ പ്രോബ്ലംസ് എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം എന്ന് വെച്ചാൽ സോയിലിൻ്റെ സ്ട്രക്ചറിന് തന്നെ, അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷന് തന്നെ ഹാംഫുള്ളാണ്. സോയിലിൻ്റെ ക്വാളിറ്റി കുറയും, അതുകൊണ്ട് അവിടെ വെജിറ്റേഷൻ ഉണ്ടാവില്ല. പ്ലാന്റ്സ് ആൻഡ് മൈക്രോബ്സ് വളരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. പിന്നെ അതേസമയം കുറേ അൺവാണ്ടഡ് ഓർഗാനിസംസ് അവിടെ ഉണ്ടാവും, അതായത് റാറ്റ്സ്, ഫ്ലൈസ്, അതുപോലെ ഡിസീസ് കോസിങ് ഓർഗാനിസം അവിടെ ഒരുപാട് ഗ്രോ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഹ്യൂമൻ ഹെൽത്തിനെ ആയാലും മറ്റ് നമുക്ക് നീഡി ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ അത് ബാധിക്കും. അങ്ങനെ ദാറ്റ് ഏരിയ വിൽ ബി പ്രോൺ ടു ഡിസീസസ് ആൻഡ് ഓൾ. പിന്നെ മാർക്കറ്റ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ആ ഒരു ലാൻഡിൻ്റെ തന്നെ വാല്യൂ കുറയും. ഇപ്പോൾ നമുക്കായാലും അങ്ങനെ ഒരു ലാൻഡിലോ അല്ലെങ്കിൽ അങ്ങനെ ലാൻഡിൻ്റെ അടുത്തുള്ള സ്ഥലത്തും പോലും നമുക്ക് സ്ഥലം വാങ്ങാനായിട്ട് താല്പര്യമില്ല. സോ ആ ലാൻഡ് വാല്യൂ ഗ്രാജുവലി ഡിക്രീസ് ചെയ്യും. പിന്നെ ഇങ്ങനത്തെ ഡംപ് ചെയ്ത സ്ഥലത്ത് ബേർഡ്സൊക്കെ വന്നിട്ട് ആ ബേർഡ്സ് ഏവിയേഷനും എയർക്രാഫ്റ്റിൻ്റെ ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് പോലെയുള്ള കാര്യങ്ങൾക്ക് അതൊരു ഹാംഫുൾ എഫക്റ്റാണ്.
അതെല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല, ബട്ട് ചില ഏരിയകളിൽ അത് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ്. പോയിൻറ്റ് അസസ്മെൻറ്റ് ഓഫ് സോയിൽ പൊല്യൂഷൻ ബിക്കംസ് ഡിഫിക്കൾട്ട്. നമുക്ക് സോയിലിൽ എത്രമാത്രം പൊല്യൂഷൻ ഉണ്ടെന്ന് പറയാൻ ആ സോയിലിൻ്റെ കെമിസ്ട്രി തന്നെ ഈ പൊല്യൂട്ടൻസ് കാരണം ഓൾറെഡി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ദാറ്റ് വിൽ ബി ഡിഫിക്കൾട്ട്. പിന്നെ പ്ലാന്റ് ലൈഫ് ആയാലും പ്ലാന്റ്സിന് ഒന്നാമത് അധികം വളരാൻ പറ്റില്ല. ഇനിയിപ്പോൾ വളർന്നാലും അതിൻ്റെ റൂട്ട്സ് സ്ട്രോങ് ആവില്ല, അല്ലെങ്കിൽ അത് വാട്ടർ അബ്സോർബിങ് ആവില്ല, അല്ലെങ്കിൽ ഈ സോയിലിനെ കറക്റ്റായിട്ട് ബൈൻഡ് ചെയ്ത് നിർത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ സോയിൽ ഇറോഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഇവൻച്വലി വരും. പിന്നെ ഹെവി മെറ്റൽസ് കാരണം ഉണ്ടാകുന്ന അഡ്വേഴ്സ് എഫക്ട്സ് ആണ്. അത് ഹ്യൂമൻ ഹെൽത്തിനെ ആയാലും ആനിമൽസ് സോയിൽ പ്രൊഡക്ടിവിറ്റീനൊക്കെ ഒരുപാടധികം ബാധിക്കും. നമുക്ക് സ്കിൻ അബ്സോർപ്ഷൻ, സ്കിന്നിലേക്ക് ഈ പൊല്യൂട്ടൻസ് നമ്മൾ കയറുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ഇൻഹലേഷൻ പ്രോബ്ലംസ് ഉണ്ടാവും, ഇൻജഷൻ, ഡൈജഷൻ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ പബ്ലിക് സൊസൈറ്റി പ്രോബ്ലം എന്ന് പറയുമ്പോൾ ആ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാണ്. ഓഡർ പ്രോബ്ലംസ് ഉണ്ടാവും, പിന്നെ മറ്റ് ഓർഗാനിസത്തിൻ്റെ എന്നുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവും. പിന്നെ വരുന്നതാണ് ടോക്സിക് കെമിക്കൽസ് കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസ്. DDT, പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽസ് പോലത്തെ സോളിഡ് വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്യുമ്പോൾ അത് ഇവൻച്വലി നമ്മുടെ ഫുഡ് ചെയിനിൽ എത്തുകയാണ്. എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ അത് പോവാതെ ഓരോ വട്ടവും അത് അക്യുമുലേറ്റ് ചെയ്ത് മാത്രമേ കിടക്കുന്നുള്ളൂ. നമ്മുടെ ലിവറിൽ അത് അടിഞ്ഞുകൂടുന്നേ ഉള്ളൂ. അത് ഡൈജസ്റ്റ് ചെയ്തത് പുറത്തേക്ക് കളയാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഇറ്റ് വിൽ ഗ്രാജുവലി ഇൻക്രീസ് ടോക്സിസിറ്റി ഓഫ് അവർ ബോഡി. അപ്പോൾ അതാണ് ലാൻഡ് ഇമ്പാക്ട്സ്. ഇമ്പാക്റ്റ് ഓൺ വാട്ടർ എൻവയൺമെൻ്റ് ആണ്. അപ്പോൾ സോളിഡ് വേസ്റ്റിലെ കോണ്ടാക്ട്സ് വന്ന വാട്ടർ റൺ ഓഫ് ചെയ്തിട്ട് അത് എത്തുന്നത് നിയർ ബൈ വാട്ടർ സോഴ്സിലേക്കാണ്. അപ്പോൾ ആ വാട്ടർ സോഴ്സും ഇവൻച്വലി പൊല്യൂട്ടഡ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ലിക്വിഡ് ഡിസ്ചാർജ് ഇങ്ങനെ ലീച്ചേറ്റ് ചെയ്ത് വരുന്നത്, അതായത് ലീച്ച് ചെയ്ത് അതിൻ്റെ ആ ഒരു മാസ് കുറഞ്ഞിട്ടുള്ള പൊല്യൂട്ടൻസ് ഉണ്ടല്ലോ, അത് ഒരു പാളി പോലെ എന്ന് പറയില്ലേ, ആ ഒരു മെറ്റീരിയൽ ഇതുപോലെ അക്വാട്ടിക് ഹാബിറ്റാറ്റ്സിൽ പെട്ടെന്ന് ഒഴുകിയെത്തും. അപ്പം അതും ഒരു ഹാംഫുൾ പൊല്യൂട്ടൻ്റ് ആണ്. അത് പ്ലാന്റ്സിനെ ആനിമൽസിനെ എല്ലാം എഫക്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ സർഫസ് വാട്ടറിൽ മാത്രമല്ല ഗ്രൗണ്ട് വാട്ടറിലും ഈ പൊല്യൂട്ടൻസ് ത്രെട്ട് തന്നെയാണ്. ഇത് ഇവൻച്വലി ഇത് താഴേക്ക് ഇറങ്ങുമല്ലോ, അങ്ങനെ എത്തി ഗ്രൗണ്ട് വാട്ടറിൽ എത്തുമ്പോൾ നമ്മൾ പൊതുവേ ഗ്രൗണ്ട് വാട്ടറാണ് പ്യുവർ എന്ന് കൺസിഡർ ചെയ്താൽ പോലും അതിലും കണ്ടാമിനൻസ് എത്തുകയാണ്. പിന്നെ വാട്ടറിൻ്റെ ഓൾ ടോട്ടൽ ക്വാളിറ്റി, ഇപ്പോൾ pH ആയാലും അതിൻ്റെ മറ്റ് എസ്തറ്റിക്സ് ആയാലും ഒക്കെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അത് അൺയൂസബിളായിട്ട് മാറും. അത് ട്രീറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. പിന്നെ ചില സമയത്ത് ന്യൂട്രിയൻ കോണ്ടൻറ്റ് കൂടാനും ചാൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ യൂട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ചില കെമിക്കൽസ് ഒഴുകി വരുന്നത് പ്ലാന്റ് ഗ്രോത്തിന് ഒരുപാട് അങ്ങ് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. പക്ഷേ ഈ പ്ലാന്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ വീഡ്സ് ഒക്കെയാണ് ഗ്രോ ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അൺവാണ്ടഡ് പ്ലാന്റ്സ് ആണ് ഗ്രോ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഏരിയ മൊത്തം നമുക്ക് ആ ഒരു ലാൻഡ്, നമുക്ക് ആ ഒരു വാട്ടർ സോഴ്സ് തന്നെ നഷ്ടപ്പെടും. പിന്നെ മുനിസിപ്പൽ വാട്ടർ സപ്ലൈയും ഈ കണ്ടാമിനൻസ് വരുമ്പോൾ എഫക്റ്റഡ് ആവും. അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഇവൻച്വലി ഉണ്ടാവും. ഇമ്പാക്റ്റ് ഓൺ എയർ എൻവയൺമെൻ്റ് ആണ്. ആദ്യത്തെ കാര്യം ബാഡ് ഓർഡറാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിലേക്ക് ഈ കെമിക്കൽസ് ആയാലും മറ്റ് ഓർഗാനിക് വേസ്റ്റ് ആയാലും ബാഡ് ഓർഡർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ ആളുകൾക്കും ആ ഒരു ഏരിയയിൽ താമസിക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നും. പിന്നെയുള്ള ഇഷ്യൂ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ആണ്. ഇതിലൊക്കെ മൈക്രോബിയൽ ആക്ഷൻ നടന്നിട്ട് മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ മീഥെയിൻ എന്ന് പറയുന്നത് ശരിക്കും 21 times more harmful than CO2 ആണ്. It traps heat 21 times more than CO2. അപ്പോൾ ഗ്രാജുവലി ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ബിഗ് ഇഷ്യൂസ് ഈ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ടുണ്ടാവുന്നുണ്ട്. പിന്നെ ഈ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന റാക്ക് പിക്കേഴ്സ്, അതുപോലെ ട്രക്ക് ഡ്രൈവേഴ്സും ഒക്കെ, അവർക്കൊക്കെ ഇതിന് ഈ ഒരു സ്മെല്ല് ചെയ്യുമ്പോഴും അഥവാ ഇങ്ങനത്തെ ഹൈജീനിക് കണ്ടീഷനിൽ വരുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ നേരത്തെ ലാൻഡ്സിലുണ്ടാകുന്ന പ്രശ്നം തന്നെ ഇവിടെയുണ്ട്. അതായത് റാറ്റ് ഫ്ലൈസ് ഒക്കെ
പെറ്റ് പെരുകാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് ഇമ്പാക്റ്റ് ഓൺ ഹെൽത്താണ്. ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ വാട്ടർ ബോൺ ഡിസീസസ്, അതുപോലെ ഇൻഫെക്ഷസ് ഡിസീസസിൻ്റെ സ്പ്രെഡാണ്. പിന്നെ എയർ പൊല്യൂട്ടൻസിന് ഒരുപാട് സമയം നമ്മൾ കോണ്ടാക്റ്റിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലങ്സിനും ഒക്കെ അതൊരു ഇഷ്യൂ ആണ്. ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാകും, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, അതുപോലെ ആസ്മ പോലത്തെ റെസ്പിറേറ്ററി ഡിസീസസ് ഉണ്ടാവും. പിന്നെ ഹെവി മെറ്റൽസ് നമ്മുടെ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇൻഹലേഷൻ വഴിയും അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വഴിയും സ്കിൻ അബ്സോർപ്ഷൻ വഴിയൊക്കെ നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബോഡിയിൽ അക്യുമുലേറ്റ് ആവും. പിന്നെ ഹെവി മെറ്റൽസ് ഹ്യൂമനിൽ മാത്രമല്ല, ഈവൻ ഏതൊരു ഓർഗാനിസത്തിലായാലും സോയിൽ ക്വാളിറ്റി ആയാലും ഒക്കെ ഹാംഫുള്ളാണ്. പിന്നെ ബാഡ് ഓർഡർ, ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ബാഡ് ഓർഡർ ഉണ്ടാവുമ്പോൾ അൺഹൈജീനിക് കണ്ടീഷൻസ് ഉണ്ടാവും, അതും ഒരു ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. സോളിഡ് വേസ്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഇഷ്യൂ. അപ്പോൾ അതാണ് നമുക്കിനി ചിന്തിക്കാനുള്ളത്. അപ്പോൾ അതിന് വളരെ സ്മോൾ സ്റ്റെപ്സ് നമ്മൾ എടുത്താൽ മതി. നമ്മൾ നമ്മുടേതായ ക്ലോത്ത് ബാഗുകൾ, ജൂട്ട് ബാഗുകളൊക്കെ കൈ പിടിക്കാം. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യാം. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് തന്നെ നമ്മൾ സോർട്ട് ചെയ്യുക. അത് ബയോഡിഗ്രേഡബിൾ, നോൺ ബയോഡിഗ്രേഡബിൾ, ടോക്സിക് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ ഡംപ് ചെയ്യുമ്പോൾ അതിൻ്റെ റീസൈക്ലിങ്ങിനും റീയൂസിനൊക്കെ അത് ഈസിയറാണ്. പിന്നെ ഓർഗാനിക് വേസ്റ്റിന് വേണ്ടി കമ്പോസ്റ്റ് പിറ്റ് ഉണ്ടാക്കുക. പിന്നെ റീസൈക്കിൾ ഐറ്റംസ് നമ്മൾ വെറുതെ വീട്ടിൽ ഡംപ് ചെയ്ത് വയ്ക്കാതെ അതിനെ കളക്ട് ചെയ്യുന്ന ആ ഒരു പ്ലേസിൽ കൊണ്ടുപോയി കൊടുക്കുക. ഇപ്പോഴും അത് റാപ്പിങ്ങുകളൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ ഡസ്റ്റ്ബിന്നിൽ തന്നെ ഇടുക. പിന്നെ ഗാർബേജൊക്കെ മാക്സിമം മുനിസിപ്പൽ ഡസ്റ്റ്ബിന്നിൽ തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അവിടുന്ന് കളക്റ്റിംഗ് എളുപ്പമാവുമല്ലോ. അങ്ങനെയാണ് അത്. അടുത്തൊരു മെയിൻ കോൺസെപ്റ്റാണ് സീറോ വേസ്റ്റ് കോൺസെപ്റ്റ്. അപ്പോൾ ആ സെൻറ്റൻസിൽ തന്നെ ഉണ്ട്, ഇറ്റ് ഈസ് സീറോ വേസ്റ്റ്. അതായത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് നമ്മൾ മാക്സിമം റീയൂസ് ചെയ്യുക, അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്തിട്ട് അതിനെ മറ്റൊരു റിസോഴ്സാക്കി മാറ്റുക. അത് വേസ്റ്റായി പോകരുത്. വേസ്റ്റായി വന്നു എന്ന് അവിടെ ഒരു വേസ്റ്റ് ജനറേഷൻ ഉണ്ടാവരുത്. അത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക. നമ്മുടെ 21st സെഞ്ച്വറിയുടെ ഒരു ഡിസൈൻ പ്രിൻസിപ്പിളും ഫിലോസഫിയുമാണിത്. അപ്പോൾ ഇതിൻ്റെ ഗോൾസ് എന്തൊക്കെയാണ്? മാക്സിമൈസ് റീസൈക്ലിംഗ്, മിനിമൈസ് വേസ്റ്റ് ആൻഡ് റിഡ്യൂസ് കൺസംഷൻ. ഈ പ്രിൻസിപ്പിൾ ഓഫ് സീറോ വേസ്റ്റ് കോൺസെപ്റ്റ് എയിം ചെയ്യുന്നത് നമ്മൾ നേച്ചറിൻ്റെ സക്സസ്ഫുൾ സ്ട്രാറ്റജികൾ മിമിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയൽ സിസ്റ്റം അതിനനുസരിച്ച് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നേച്ചറിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് കാണാനായിട്ട് പറ്റും. ഒന്ന് ചത്താൽ മറ്റൊന്നിന് വളം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഉപയോഗപ്പെടുത്താൻ നോക്കുകയാണ്. സാധാരണ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ റിസോഴ്സ് എടുക്കുന്നു, അതൊരു പ്രോസസ്സ് ചെയ്യുന്നു, അതിൻ്റെ എൻ പ്രൊഡക്റ്റ് വേസ്റ്റ് ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ലീനിയർ സ്ട്രാറ്റജിയാണ്. അത് മാറ്റിയിട്ട് ഈ വന്ന വേസ്റ്റിന് നമ്മൾ മറ്റൊരു പ്രോഡക്റ്റാക്കി മാറ്റുന്നു. അങ്ങനെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ഫോം ചെയ്യുന്നു. അതാണ് ഈ ഒരു സീറോ വേസ്റ്റ് കോൺസെപ്റ്റിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ അതിന് കുറേ ടെക്നോളജീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ക്ലോത്ത് റാഗ് ഫ്രം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ക്യാൻ ബി യൂസ്ഡ് ബൈ പേപ്പർ ഇൻഡസ്ട്രി. അതുപോലെ ഷുഗർ ഇൻഡസ്ട്രിയിലെ ബാഗാസ് എന്ന് പറയുന്ന ഒരു ബൈ പ്രോഡക്റ്റ് പൾപ്പ് ആൻഡ് പേപ്പർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേസ്റ്റ് ആഫ്റ്റർ ദി എക്സ്ട്രാക്ഷൻ ഓഫ് ഓയിൽ ഫ്രം സീഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് കാറ്റിൽ ഫീഡ്. അപ്പോൾ അങ്ങനെ ഒരു വേസ്റ്റ് ഒരു യൂസ്ഫുൾ റിസോഴ്സ് ആക്കി മാറ്റുക എന്നതാണ് ഈ പ്രിൻസിപ്പിളിൻ്റെ ബേസിസ്. ഇവിടെ കാണുന്നത് ഒരു വേസ്റ്റ് ഹൈറാർക്കി ട്രയാങ്കിളിൻ്റെ ഒരു ഡയഗ്രമാണ്. അപ്പോൾ ഒരു വേസ്റ്റ് നമ്മളെങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഡിഫറെൻറ്റ് പ്രോസസ്സുകളാണ്. ഏറ്റവും ഫേവേർഡ് ആയിട്ടുള്ളത് ടോപ്പിലും ഏറ്റവും ലീസ്റ്റ് ഫേവേർഡ് ആയിട്ടുള്ളത് താഴെയും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും നല്ല മെത്തേഡ് എന്താണ്? പ്രിവെൻഷൻ തന്നെയാണ്. വേസ്റ്റ് ജനറേറ്റ് ചെയ്യാതെ നോക്കുക. ഈ സീറോ വേസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു ബേസിസിലാണ്. പിന്നെ എന്തെങ്കിലും ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ഏറ്റവും മിനിമം ലെവലിലാക്കി നിർത്തുക. പിന്നെ നമുക്ക് പറ്റുന്നതാണ് ഈ ജനറേറ്റ് ചെയ്ത വേസ്റ്റ് റീയൂസ് ചെയ്യുക. അപ്പോൾ ബോട്ടിൽസൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ റീയൂസ് ചെയ്യാം. അത് പറ്റിയില്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാം. ഈ റീസൈക്ലിങ്ങും പറ്റിയില്ലെങ്കിലാണ് ലാസ്റ്റ് നമ്മൾ എനർജി റിക്കവറി, അത് ഫുൾ ഒരു എനർജി സോഴ്സ് ആക്കി എടുക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഈ ബയോ ഫ്യൂവലൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു മെത്തഡോളജിയാണല്ലോ. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് ഡിസ്പോസൽ. നമുക്കൊന്നും ചെയ്യാൻ ഒരു
മാർഗമില്ലാത്ത സമയത്താണ് നമ്മൾ ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സൊക്കെ ഡിസ്പോസ് ചെയ്യാനേ വഴിയുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ. അപ്പോൾ അതാണ് വേസ്റ്റ് ഹൈറാർക്കി ട്രയാങ്കിൾ. വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റാണ് 3R കോൺസെപ്റ്റ്: റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ഏറ്റവും ആദ്യം നമ്മൾ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യുക, അത് പറ്റിയില്ലെങ്കിൽ റീയൂസ്, അത് പറ്റിയില്ലെങ്കിൽ റീസൈക്കിൾ. ദിസ് ഈസ് ദി ഓർഡർ: റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. ദിസ് ഷുഡ് ബി അവർ മോട്ടോ ഇൻ വേസ്റ്റ് മാനേജ്മെൻറ്റ്. റെഡ്യൂസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ വരുന്നതാണ് ഡു നോട്ട് യൂസ് വാട്ട് യു ഡു നോട്ട് നീഡ്. അത് തന്നെ നമ്മൾ നമ്മുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ വേസ്റ്റ് കുറയും. വെറുതെ ആവശ്യമില്ലാതെ ഒരു വസ്തു വാങ്ങുന്നതോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് നമ്മൾ നിർത്തുക. നെക്സ്റ്റാണ് റീയൂസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ദ വേസ്റ്റ് ഫ്രം വൺ ഇൻഡസ്ട്രി കുഡ് ബി എ വാല്യുബിൾ റിസോഴ്സ് ഫോർ അനദർ ഇൻഡസ്ട്രി. അവിടെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്ലോത്തിൻ്റെയും അതുപോലെ ബഗാസിൻ്റെയും എക്സാമ്പിൾസ് തന്നെയാണ് റീയൂസിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യം. അടുത്ത ടോപ്പിക്കാണ് റീസൈക്കിൾ. റീസൈക്കിൾ 3 phases ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഫേസ്, ദ വേസ്റ്റ് ഇസ് സോർട്ടഡ് ആൻഡ് റീസൈക്ലബിൾസ് ആർ കളക്റ്റഡ്. നമ്മൾ റീസൈക്കിൾ ചെയ്യാവുന്ന മെറ്റീരിയൽസ് സോർട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ആ റീസൈക്കിളബിൾ മെറ്റീരിയൽസ് പുതിയ റോ മെറ്റീരിയൽസ് ആക്കി മാറ്റുക. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഈ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മൾ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഈ 3 സ്റ്റെപ്സാണ് റീസൈക്ലിങ്ങിൽ മെയിനായിട്ട് വരുന്നത്. ഇതിൽ തന്നെ 2 ടൈപ്സ് ഉണ്ട്: അപ്സൈക്കിൾ ആൻഡ് ഡൗൺ സൈക്കിൾ. അപ്സൈക്കിൾ എന്ന് പറയുമ്പോൾ കൺവേർട്ടിങ് ലോ വാല്യൂ മെറ്റീരിയൽസ് ഇൻറ്റു ഹൈ വാല്യൂ പ്രോഡക്ട്സ്. ഡൗൺ സൈക്കിൾ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച്, അതായത് വാല്യുബിൾ പ്രൊഡക്ട്സിനെ നമ്മൾ ലോ വാല്യൂ റോ മെറ്റീരിയൽസ് ആക്കി മാറ്റുക. അപ്പോൾ രണ്ടും നെസസറിയാണ്. നമുക്ക് ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ളത് അപ്സൈക്കിളാണ്. പിന്നെ ഈ ഫിഗർ ഒരു ട്രയാങ്കിൾ റിലേഷൻഷിപ്പിൻ്റെ ഫിഗറാണ്. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്ന് പറയുന്നത് ഒരു സൈക്ലിക്കൽ ആക്ടിവിറ്റിയാണ്. അത് നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കണം കണ്ടിന്യൂസ്ലി. അതാണ് ആ കാണിക്കുന്നത്. അടുത്ത ടോപ്പിക് റിസോഴ്സ് ഡീഗ്രഡേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിന് ആദ്യം തന്നെ എന്താണ് റിസോഴ്സ് എന്ന് നോക്കാം. റിസോഴ്സ് ഇസ് എനി യൂസ്ഫുൾ ഇൻഫർമേഷൻ, മെറ്റീരിയൽ ഓർ സർവീസ് ഇൻ ജനറൽ which are required for the survival, comfort and prosperity of human beings. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ കംഫർട്ടിനും നമ്മുടെ സർവൈവലിനും വേണ്ടിയിട്ടുള്ള എന്തൊരു പീസ് ഓഫ് ഇൻഫർമേഷൻ ആയിക്കോട്ടെ, അതൊരു മെറ്റീരിയൽ തിങ് ആയിക്കോട്ടെ, അതിനെയാണ് നമ്മൾ റിസോഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ റിസോഴ്സ് 2 ടൈപ്സ് ഉണ്ട് മെയിൻലി: നാച്ചുറൽ റിസോഴ്സസും ഹ്യൂമൻ റിസോഴ്സസും. റിസോഴ്സിൻ്റെ 2 ടൈപ്പ് ഉണ്ട്: എക്സോസ്റ്റബിളും ഇൻഎക്സോസ്റ്റബിളും. ഒക്കെ നെയിമിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് തന്നെയാണ്. എക്സോസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് അതേ റേറ്റിൽ റീപ്ലെനിഷ് ആവില്ല, അത് തീർന്നു പോവും. ഇപ്പം ഫോറസ്റ്റ്, വാട്ടർ, ലാൻഡ് ഒക്കെ പോലത്തുള്ള എബയോട്ടിക് റിസോഴ്സസ്, പിന്നെ ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ എക്സാമ്പിൾസാണ്. ഇൻഎക്സോസ്റ്റബിൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് റീസൈക്കിൾഡ് ആവാൻ, റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. സൺലൈറ്റ്, മോസ്റ്റ് റിന്യൂവബിൾ ഫോംസ് ഓഫ് എനർജി, അങ്ങനെയാണ്. പ്ലാന്റ്സ്, ആനിമൽസ്, ലിവിങ് ഓർഗാനിസം. അപ്പോൾ ഇതിൻ്റെയൊക്കെ റീപ്ലെനിഷ്മെൻറ്റ് റേറ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു പ്ലാന്റ് വളരുന്ന ഇയർ അല്ല ഒരു ആനിമൽ വളരാനുണ്ടാവുക. ബട്ട് ഇവൻച്വലി നമ്മൾക്ക് ആവശ്യമുള്ളപ്പോഴേക്കും അത് റീപ്ലെനിഷായി കിട്ടും. ദാറ്റ് ഈസ് ഇൻഎക്സോസ്റ്റബിൾ. ഇനി ദ ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് ഇസ് കോൾഡ് റിസോഴ്സ് ഡീഗ്രഡേഷൻ. അപ്പോൾ നമുക്ക് വേണ്ട നാച്ചുറൽ റിസോഴ്സ് അഡക്വേറ്റ് എമൗണ്ടിൽ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ, അത് ഡീഗ്രേഡായി പോകുന്നുവെങ്കിൽ, ദാറ്റ് ഇസ് കോൾഡ് റിസോഴ്സ് ഡീഗ്രഡേഷൻ. ഇതിൽ തന്നെ കുറേ കാറ്റഗറി ഉണ്ട്: ഫോറസ്റ്റ് റിസോഴ്സസ്, ഡീഗ്രഡേഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ്, ഡീഗ്രഡേഷൻ ഓഫ് മിനറൽ റിസോഴ്സസ്, degradation of food resources, degradation of energy resources and degradation of land resources. നമുക്ക് ഓരോന്നും 1 by 1 നോക്കാം. ഇത് ഡീഗ്രഡേഷൻ ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ് ആണ്. ഫോറസ്റ്റിൻ്റെ ആ ട്രീ ക്രൗൺ കവർ എന്ന് പറയും, ആ ടോപ്പ് കവറിൻ്റെ 90% ഡീഗ്രേഡ് ആകുമ്പോഴാണ് അതിന് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡീഫോറസ്റ്റേഷൻ്റെ കോസ്റ്റുകൾ ഏതൊക്കെയാണ്? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. പോപ്പുലേഷൻ നന്നായി കൂടുമ്പോൾ നമ്മൾ ഓരോ ലാൻഡ് ക്ലിയർ ചെയ്തിട്ട് അവിടെ സിറ്റീസും
ഒക്കെ തുടങ്ങുകയാണ്. അഗ്രികൾച്ചർ, പോവേർട്ടി, മൈനിങ്, ഫോറസ്റ്റ് ഫയേഴ്സ്, പിന്നെ ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ്, ഇതൊക്കെ മിക്കതും ഹ്യൂമൻ ആക്ടിവിറ്റീസ് തന്നെയാണ്. ഇതൊക്കെയാണ് ഡിഫോറസ്റ്റേഷൻ്റെ മെയിൻ റീസൺസ്. ഇതിൻ്റെ ഇൽ ഇഫക്ട്സ് അഥവാ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് സോയിൽ ഇറോഷനാണ്, പിന്നെ ബയോഡൈവേഴ്സിറ്റി ലോസ്, ഫുഡ് ഇൻസെക്യൂരിറ്റി, ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഫ്രീക്വൻറ്റ് ഫ്ലഡ്സ് ആൻഡ് ഡ്രോട്ട്സ്, നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാവും. പ്ലസ് നമുക്ക് തന്നെ ജീവിക്കാനുള്ള കുറേ റിസോഴ്സുകൾ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഈ സ്കീമാറ്റിക് ഡയഗ്രത്തിൽ കാണിക്കുന്നത് ഡിഫോറസ്റ്റേഷൻ്റെ ഡയറക്റ്റ് ഇമ്പാക്റ്റാണ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയും ലോസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസും. പിന്നെ ഗ്ലോബൽ വാർമിങ്ങും ഡിഫോറസ്റ്റേഷനും അത് ഹാൻഡ് ഇൻ ഹാൻഡ് നടക്കുന്ന കാര്യങ്ങളാണ്. വൺ ഈസ് എ കോസ് ഫോർ ദി അതർ ഈസ് എ കോസ് ഫോർ ദി ഫസ്റ്റ് വൺ ടു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാരലലി നടക്കുന്നതാണ്. പിന്നെ ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റാണ് ഫുഡ് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡീഫോറസ്റ്റേഷൻ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ മെഷേഴ്സ് എടുക്കാം? മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എന്നാണ്. അത് സസ്റ്റൈനബിളായിട്ട് ചെയ്യണം. ഫ്യൂച്ചർ ജനറേഷനും കൂടി ഉപകാരം ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ അതിൽ ഇൻവോൾവ് ചെയ്യിക്കണം. പിന്നെ ഇപ്പോൾ ഉള്ള ഫോറസ്റ്റുകൾ ഇനി അത് ലോസ് ആവാതെ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ ഫോറസ്റ്റ് കൺസർവേഷൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാ ആളുകളിലേക്കും എത്തിക്കണം. ഡീഗ്രഡേഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ് ആണ്. അപ്പോൾ നമ്മുടെ എർത്തിലുള്ള വാട്ടർ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് സാഡ് ഫാക്ടേഴ്സ് ദാറ്റ് 97% സെലൈൻ വാട്ടറാണ്. അപ്പോൾ അത് ഡയറക്റ്റ്ലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത വാട്ടറാണ്. 2% ഫ്രഷ് വാട്ടറിലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച്, അതായത് 30% ഓഫ് ദിസ് 2.5 ആൻഡ് 0.9% ഓഫ് ദിസ് 2.5, ഈ രണ്ടും, അതായത് ഗ്രൗണ്ട് വാട്ടറും സർഫസ് വാട്ടറിൻ്റെയും ആ പ്രപ്പോർഷൻ മാത്രമാണ് നമുക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിൽ തന്നെ ഇപ്പോൾ സർഫസ് വാട്ടർ ബോഡീസ് എന്ന് പറയുമ്പോൾ തന്നെ പൊല്യൂട്ടഡ് ആയ ഒരുപാട് വാട്ടർ ബോഡീസ് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അതും ഡയറക്റ്റ് വെറുതെ എടുത്ത് കുടിക്കുക എന്ന് പറയുന്ന ഒരു പോളിസി പറ്റില്ല. അഗെയിൻ ദർ നീഡ് ടു ബി സം കൈൻഡ് ഓഫ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. അപ്പം ഈ വാട്ടർ ഷോർട്ടേജ് ഉണ്ടാകുന്ന റീസൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കേസിൽ പറഞ്ഞ പോലെ തന്നെ എക്സ്പ്ലോഡിങ് പോപ്പുലേഷൻ, പിന്നെ ആളുകളൊക്കെ ബെറ്റർ ലൈഫ് സ്റ്റൈൽ, ലക്ഷറി ലൈഫിലേക്ക് മാറുമ്പോൾ അതിനനുസരിച്ച് റിസോഴ്സ് എക്സ്ട്രാ യൂസ് ചെയ്യുന്നത് ഒരു വലിയ റീസണാണ്. അപ്പോൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ട് തന്നെയാണ് മിക്കപ്പോഴും ഈ വാട്ടർ സോഴ്സസ് ഒക്കെ പൊല്യൂട്ടഡ് ആവുന്നത്. പിന്നെ എക്സ്ട്രീം വെതർ കണ്ടീഷൻസ്, ഫ്ലഡ്, ഡ്രോട്ട്, സൈക്ലോൺ പോലെയുള്ള വെതർ കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ നാച്ചുറൽ വാട്ടർ സോഴ്സസ് എല്ലാം തന്നെ പൊല്യൂട്ടഡ് ആവും. ഈവൻ ഗ്രൗണ്ട് വാട്ടറും പൊല്യൂട്ടഡ് ആവും. പിന്നെ അവൈലബിൾ വാട്ടർ തന്നെ നമുക്ക് എല്ലായിടത്തേക്കും യൂണിഫോമായിട്ടല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത്. ചില ഏരിയയിൽ അവരുടെ ടൊപ്പോഗ്രഫിയൊക്കെ ഡിഫറെൻ്റ് ആകുമ്പോൾ അതിനനുസരിച്ചാണ് അവർക്ക്, ചിലയിടത്ത് ഹില്ലി ഏരിയയിൽ വെള്ളം കുറവായിരിക്കും, അതേസമയം ലോ ലെവൽ ലാൻഡിൽ വെള്ളം നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു വേരിയേഷൻസാണ്. അടുത്തത് ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് അണ്ടർഗ്രൗണ്ട് ആൻഡ് സർഫസ് വാട്ടർ ചെയ്യുന്നതിൻ്റെ ഇമ്പാക്റ്റ്, 3 ഇമ്പാക്റ്റുകളാണ് മെയിൻലി കൊടുത്തിരിക്കുന്നത്. ലോസ് ഓഫ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം. ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം പോണ്ടൊക്കെ പോലെയുള്ള ഒരു ഫെസിലിറ്റി തന്നെ നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതൊരു കാരണമാണ്. പിന്നെ വാട്ടർ ബോഡീസ്, ഏത് വാട്ടർ ബോഡി ആയാലും ഇറ്റ് ഗെറ്റ്സ് പൊല്യൂട്ടഡ്. പിന്നെ ഇക്കോസിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു മെത്തഡോളജി, ആ ഒരു സൈക്കിള് ചേഞ്ച് ആവും. അപ്പം അങ്ങനെ ഒരുപാട് വാട്ടർ ബോൺ ഡിസീസസ് ഒക്കെ ഉണ്ടാവും. ഇക്കോസിസ്റ്റത്തിലുള്ള അക്വാറ്റിക് ലൈഫും ബാക്കി ബയോഡൈവേഴ്സിറ്റി ഒക്കെ നമുക്ക് ലോസ് വരും. അടുത്തത് വാട്ടർ കൺസർവേഷനുള്ള മെഷേഴ്സാണ്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം റീചാർജിങ് ഗ്രൗണ്ട് വാട്ടർ. നമ്മൾ മാക്സിമം വാട്ടർ നമ്മുടെ വെല്ലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളത് ഗ്രൗണ്ടിലേക്ക് തന്നെ കളക്ട് ചെയ്യണം, അല്ലാതെ പുറത്തേക്ക് ഒഴുക്കി വിടാനായിട്ട് ശ്രമിക്കരുത്. പിന്നെ വാട്ടർ റീയൂസിങ്, ഇപ്പം എല്ലായിടത്തേക്കും ടോപ്പ് ഗ്രേഡ് വാട്ടർ വേണമെന്നില്ല. ഇപ്പം കുക്കിംഗ് വേസ്റ്റ് വാട്ടർ നമുക്ക് ഗാർഡനിങ്ങിന് യൂസ് ചെയ്യാം, അതുപോലെ വാട്ടർ റീയൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ പ്രിവെൻറ്റ് ഫ്ലോ ഓഫ് വേസ്റ്റ് വാട്ടർ ടു നാച്ചുറൽ വാട്ടർ റിസോഴ്സസ്. അപ്പോൾ വേസ്റ്റ് വാട്ടറും നാച്ചുറൽ വാട്ടറും തമ്മിൽ കോണ്ടാക്റ്റ് വരാതിരിക്കാൻ നോക്കാം. അപ്പം നമുക്കുള്ള ഫ്രഷ് വാട്ടർ കൂടി ഈ ഒരു റീസൺ കൊണ്ട് ഇല്ലാതെയാവും. പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിങ്ക്ലർ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യാം. അപ്പം ഏറ്റവും മിനിമലായിട്ട് നമുക്ക് വാട്ടർ പ്ലാന്റ്സിന് എത്തിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ വെറുതെ ടാപ്പിലൂടെ കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം വേസ്റ്റ് ആയിപ്പോവും. പിന്നെ നമ്മളൊരു
എൻവയൺമെൻറ്റൽ കൺസർവേഷൻ എന്ന് പറഞ്ഞൊരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഫോറസ്റ്റ് ആയാലും മറ്റ് എൻവയൺമെൻറ്റൽ ഫീച്ചേഴ്സ് ആയാലും ഒക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അടുത്തത് ഡിഗ്രഡേഷൻ ഓഫ് മിനറൽ സോഴ്സസ് ആണ്. മിനറൽ സോഴ്സസ് ഡിഗ്രേഡ് ആവുന്നതിന് ഏറ്റവും മെയിൻ കാരണം മൈനിങ് ആണ്. മൈനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ആൻഡ് മിനറൽസ് ഫ്രം എർത്ത്. അപ്പോൾ മൈനിങ് കൊണ്ടുണ്ടാവുന്ന ഇമ്പാക്ട്സ് നമുക്ക് നോക്കാം. ഫിസിക്കൽ ഇമ്പാക്ട്സ് ഉണ്ട്, ഇക്കോളജിക്കൽ ഇമ്പാക്ട്സ് ഉണ്ട്, സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പോയിന്റ് വൈസ് ആയിട്ട് സ്കീമാറ്റിക്കലി കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ ഇമ്പാക്ട്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ലാൻഡ്സ്കേപ്പ് ഡിസ്ട്രക്റ്റഡ് ആവും. അപ്പോൾ അവിടുത്തെ ഒരു ടോപ്പോഗ്രഫി തന്നെ മാറും. അതുമൂലം സോയിൽ എറോഷനൊക്കെ ഉണ്ടാവും. പിന്നെ സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്റ്റ്, അത് പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്റ്റുകളുണ്ട്. നമുക്ക് എംപ്ലോയ്മെൻ്റ് ഒക്കെ കിട്ടും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആവും, ആ ഒരു ഏരിയ തന്നെ ഡെവലപ്പ് ആവും. പക്ഷെ അതേസമയം നെഗറ്റീവ് ഇമ്പാക്ട്സ് ഒരുപാട് അധികം ഉണ്ട്. പൊല്യൂട്ടൻസ് കൂടും, ആക്സിഡൻറ്റ്സ് ഉണ്ടാവും. പിന്നെ ഈ സ്ഥലത്ത് താമസിച്ചിരുന്ന ആളുകളൊക്കെ റീഹാബിലിറ്റ് ചെയ്യണം. പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോൾ തന്നെ അടുത്തുള്ള ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാണ്, വൈബ്രേഷൻസൊക്കെ ഉണ്ടാവും. പിന്നെ ഇക്കോളജിക്കൽ ഇമ്പാക്ട്സ് ആണ്. നമ്മുടെ ഇക്കോളജി, ഫോറസ്റ്റ്, ഫ്ലോറ ആൻഡ് ഫോണ നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഡീഫോറസ്റ്റേഷൻ ഒരു റീസണാണ്. നല്ല വെജിറ്റേഷൻ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ മൈനിങ് തുടങ്ങുമ്പോൾ അത് ഫുൾ ക്ലിയർ ചെയ്തിട്ട് തുടങ്ങണ്ടേ. അപ്പോൾ അതും ഒരു ഇഷ്യൂ ആണ്. അതും കൺസേർവ് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്തുള്ള ഐഡിയ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ റീയൂസിങ്, റീസൈക്ലിംഗ് ഒക്കെ തന്നെയാണ്. പിന്നെ ഈ ഫോസിൽ ഫ്യൂൾസിനെ, മെറ്റൽസിനെ ഒന്നും ആശ്രയിക്കാതെ നമുക്ക് എത്രമാത്രം ജീവിക്കാൻ പറ്റുന്നോ അതൊരു വലിയ പ്ലസ് പോയിൻ്റാണ്. ഫുഡ് ഡീഗ്രഡേഷനാണ് അടുത്ത ടോപ്പിക്കും. അപ്പോൾ ഫുഡ് ഈസ് സംതിങ് ബേസിക് ഫോർ ഓൾ ഓർഗാനിസംസ്. അപ്പം ഏതൊക്കെ ഫുഡ് റിസോഴ്സസ് എന്ന് നോക്കാം. ക്രോപ്സും ലൈഫ് സ്റ്റോക്സും അക്വാകൾച്ചറുമാണ് 3 ബ്രോഡ് ഗ്രൂപ്പ്സ്. ഇപ്പോൾ ക്രോപ്സിൽ നമ്മുടെ നാട്ടിൽ റൈസ്, വീറ്റ്, പിന്നെ കോൺസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ വരും. ലൈഫ് സ്റ്റോക്കിൽ മിൽക്ക് വരും, എഗ്ഗൊക്കെ വരും. അക്വാകൾച്ചറിൽ സീ ഫുഡ് വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീഗ്രഡേഷൻ അതിന് ഡിഫറെൻറ്റ് റീസൺസ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം മാറ്റിയെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് റീപ്ലനിഷ് ചെയ്യണമെങ്കിൽ ഈ 3 ഫീൽഡിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. കൂടുതൽ ഫീൽഡ് ഇപ്പം ലാൻഡ് ഏരിയ ആക്കി, അതായത് ബിൽഡിംഗ് ഏരിയ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടെൻഡൻസി മാറണം. പിന്നെ ലൈഫ് സ്റ്റോക്സ് നമ്മൾ വീട്ടിൽ തന്നെ അങ്ങനത്തെ കാറ്റിൽസ് ആയാലും അങ്ങനത്തെ പൗൾട്രി ആയാലും ഒക്കെ വളർത്താൻ നോക്കുന്നത് നല്ല കാര്യമായിരിക്കും. പിന്നെ സീ ഫുഡ്, അത് നമുക്ക് പെട്ടെന്ന് ഒരു സാധാരണ ആൾക്ക് വിചാരിച്ചാൽ നടക്കില്ല. ബട്ട് അതൊരു ഫാമിലോ അല്ലെങ്കിൽ അങ്ങനെ ബിഗ് സെറ്റപ്പിലാണ് പറ്റുള്ളൂ. അപ്പോൾ ബട്ട് സീ ഫുഡും നമ്മൾ വിറ്റമിൻസും കാൽസ്യം അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പോൾ ഫുഡ് ഡിഗ്രേഡേഷൻ എന്ന് പറയുമ്പോൾ ഫുഡിനെ പറ്റിയുള്ള പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ 2 മെയിൻ ടൈപ്പാണ്. അണ്ടർ നറിഷ്മെൻറ്റും മാൽ നറിഷ്മെൻറ്റും. അണ്ടർ നറിഷ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മിനിമം കാലറി റിക്വയർമെൻറ്റിൻ്റെ 90% പോലും കിട്ടുന്നില്ല. ഇഫ് എ പേഴ്സൺ റിസീവ്സ് ലെസ് ദാൻ 90% ഓഫ് ദ മിനിമം കാലറി റിക്വയർമെൻറ്റ്സ്, അപ്പോൾ നമ്മുടെ ബോഡി വീക്കാവും, നമുക്ക് ഡിസീസ് വരാനുള്ള സാധ്യതകൾ കൂടും. അതാണ്. അടുത്തത് മാൽ നറിഷ്മെൻ്റ് ആണ്. അതായത് ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട്, ബട്ട് അതിനകത്ത് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഒന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെറുതെ കാർബോഹൈഡ്രേറ്റ്സും അങ്ങനെ ഫാറ്റി ഫുഡൊക്കെ ചെല്ലുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ബോഡിക്കൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുക എന്നത് നടക്കുന്നില്ല. ആൾ ജീവിച്ചു പോകുന്നുണ്ട്, ബട്ട് അഗെയിൻ ഹീസ് പ്രോൺ ടു ഡിസീസസ് ആൻഡ് ഓൾ. അപ്പോൾ അബ്നോർമൽ ഗ്രോത്ത് ഉണ്ടാവും. ദേ ആർ ഓൾസോ സസെപ്റ്റബിൾ ടു ഡിസീസ്. അടുത്തത് പ്രോബ്ലംസ് ഡ്യൂ ടു അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ആണ്. അതിൽ 4 പോയിൻറ്റ്സാണ്: ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ്സ്, വാട്ടർ ലോഗിങ് ആൻഡ് സലൈനിറ്റി. ഇപ്പോൾ ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ ഫെർട്ടിലൈസർ റൺ ഓഫ് ചെയ്യുന്നു. അതായത് എക്സസ് ഫെർട്ടിലൈസർ വരുമ്പോൾ അത് വാട്ടർ ബോഡിയിലൊക്കെ എത്തുന്നു. അപ്പോൾ അവിടെ യൂട്രിഫിക്കേഷൻ സംഭവിക്കും. നൈട്രജനും ഫോസ്ഫറസൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പ്ലാന്റ്സിനല്ല, അതർ വാട്ടർ ബോഡിയിലുള്ള പ്ലാന്റ്സിന് ലഭിക്കുമ്പോൾ ആ പ്ലാന്റ്സ് ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ആ വാട്ടർ ബോഡി തന്നെ ഇല്ലാതെയാവും. പിന്നെ അതർ പ്രോബ്ലംസ് അതിൻ്റെ കൂടെയുള്ളതാണ്. സോയിൽ ഡാമേജ് ആവും. അൺവാണ്ടഡ് എന്ത് സാധനവും അമിതമായാൽ നല്ലതല്ല. പിന്നെ അതുകൊണ്ട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ ഫെർട്ടിലൈസർ ബേൺ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനും ഹാംഫുൾ തന്നെയാണ്. നെക്സ്റ്റ് ബിഗ് പ്രോബ്ലമാണ് പെസ്റ്റിസൈഡ്സ്. അപ്പോൾ
ശരിക്കും പറഞ്ഞാൽ ഇതൊരു സൈക്ലിക്കൽ പ്രോസസ്സ് എന്ന് പറയാം. കാരണം നമ്മൾ ആദ്യം കുറച്ച് പെസ്റ്റ് ഉണ്ടാകുമ്പോൾ അതിന് കില്ല് ചെയ്യാനായിട്ട് കുറച്ച് പെസ്റ്റിസൈഡ് ഇടും. അപ്പോൾ കുറേയൊക്കെ കില്ലാവും, പക്ഷേ ഒരു സ്മോൾ ക്വാണ്ടിറ്റി എപ്പോഴും റിമെയിൻ ചെയ്യും. അങ്ങനെ അവർക്ക് എക്സ്ട്രാ റെസിസ്റ്റൻസ് കിട്ടുകയും ചെയ്യും. ഇപ്പം നമുക്കറിയാം, നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് തന്നെ അങ്ങനെയാണ്. അത് തന്നെ അതിൻ്റെ ജീൻ മാറാനായിട്ട് തുടങ്ങി. അപ്പം ഇത് തന്നെ ഏതൊരു ലിവിങ് ഓർഗാനിസത്തിന് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ പെസ്റ്റിസൈഡ്സ് കൊടുക്കും, അപ്പോൾ വീണ്ടും കുറച്ച് ചാവും. പക്ഷേ ഈ പെസ്റ്റിസൈഡ്സിൻ്റെയൊക്കെ ഹാംഫുൾ എഫക്റ്റ് ആ ഒരു പ്ലാന്റിൽ അപ്പോഴും അക്യുമുലേറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. നമ്മളത് കൺസ്യൂം ചെയ്യാനുള്ള ഫുഡാണെന്ന് കൂടി ഓർക്കണം. അപ്പോൾ അത് പെസ്റ്റിനെ കില്ല് ചെയ്യുന്നതോടൊപ്പം നമുക്ക് അതിനേക്കാൾ വലിയ ഹാംഫുൾ എഫക്ട്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പെസ്റ്റിനെ കില്ല് ചെയ്യാന്നുള്ളത് കൊണ്ട് നമ്മുടെ ലൈഫിനെ നമ്മൾ ഒരിക്കലും സെക്കൻഡായി കാണരുത്. ഇറ്റ് ഈസ് ഫാർ മോർ ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് പ്രോബ്ലം വാട്ടർ ലോഗിങ് ആണ്. അപ്പോൾ വാട്ടറൊക്കെ ഈ സോയിലിൽ എക്സസ് ആയിട്ട് റിമെയിൻ ചെയ്യാണ്. റൂട്ട്സിനെ വലിച്ചെടുക്കുന്നതിലധികം വാട്ടർ ആ സോയിലുണ്ട്. അപ്പോൾ ആ റൂട്ട്സ് പിന്നീട് അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. പിന്നെ അത് സ്റ്റോപ്പ് ഗ്രോയിങ് ആൻഡ് ഇറ്റ് വിൽ ഇവൻച്വലി ഡൈ. സലൈനിറ്റി ആയാലും സോൾട്ടി കോമ്പൗണ്ട്സ്, സോല്യൂബിൾ സോൾട്ട് സോയിലിൽ റിമെയിൻ ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ ഓവർ ഇറിഗേഷൻ കൊണ്ടുണ്ടാകുന്നതാണ് ഈ രണ്ട് പ്രോബ്ലംസും. അപ്പോൾ അങ്ങനെ ഒരുപാട് സോൾട്ട്സ് വരുമ്പോൾ അതിൽ നിന്ന് വാട്ടർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനുള്ള റൂട്ടിൻ്റെ കഴിവ് നഷ്ടപ്പെടും. രണ്ട് കേസും ഉണ്ടാകുന്നത് ഒരേ അവസ്ഥയാണ്. അടുത്തത് ഡീഗ്രഡേഷൻ ഓഫ് എനർജി റിസോഴ്സസ് ആണ്. അപ്പോൾ നമ്മുടെ എക്കോണമി ഗ്രോ ചെയ്യണമെങ്കിലും നമ്മുടെ എക്കോണമി ഡെവലപ്പ് ആവണമെങ്കിലും നമുക്ക് വേണ്ടത് എനർജി റിസോഴ്സുകളാണ്. അത് മാക്സിമം ടോപ്പ് ഗ്രേഡ് എനർജി റിസോഴ്സുകൾ തന്നെ നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ 3 മെയിൻ പ്രോബ്ലംസ്: ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അർബനൈസേഷൻ ആൻഡ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആണ്. അപ്പോൾ ഇതിന് റിസൾട്ടായിട്ട് എന്തൊക്കെ ഉണ്ടാവും നോക്കാം. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് എനർജി റിസോഴ്സസ്. നമ്മൾ ഒരുപാട് എനർജി യൂസ് ചെയ്യേണ്ടി വരികയാണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ വരുമ്പോൾ, മാസ് പ്രൊഡക്ഷനൊക്കെ വരുമ്പോൾ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് എനർജി യൂസ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ എനർജി റിസോഴ്സ് ഡിപ്ലീറ്റ് ആയി പോകുമ്പോൾ ഫോസിൽ ഫ്യൂലൊക്കെ പെട്ടെന്ന് നമുക്ക് റീപ്ലേസ് ചെയ്തെടുക്കാൻ പറ്റാത്തതാണല്ലോ. പിന്നെ ഇതിൻ്റെ അടുത്ത പ്രോബ്ലം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ യൂട്ടിലൈസേഷൻ ഓഫ് എനർജി റിസോഴ്സ്. അപ്പോൾ വെറുതെ നമ്മൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ പോലും ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ കൺസേൺ ആണ്. പിന്നെ എൻവയൺമെൻറ്റ് ഡാമേജ് ആവുന്നുണ്ട്. നമ്മൾ എക്സസ് ആയിട്ട് എനർജി യൂസ് ചെയ്യുമ്പോൾ എൻവയൺമെൻറ്റ് ഡാമേജ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ ഇഫക്റ്റ് കാരണം പിന്നീട് അങ്ങോട്ട് ഗ്ലോബൽ വാർമിങ്ങും അങ്ങനത്തെ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഉണ്ടാവുകയാണ്. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ്, പോവേർട്ടി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ കാരണം ഒരുപാട് മെക്കനൈസ്ഡ് ആയിട്ട് വരികയാണ്. അടുത്തത് ഡീഗ്രഡേഷൻ ഓഫ് ലാൻഡ് റിസോഴ്സസ്. അപ്പോൾ നമ്മുടെ അടുത്തുള്ളത് അൺസസ്റ്റൈനബിൾ ലാൻഡ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ലാൻഡ്, അതുപോലെ ഇറോഡ് ചെയ്തു പോകുന്ന ലാൻഡ്, അങ്ങനത്തെ എന്താ പറയുക ക്വാളിറ്റി കുറഞ്ഞ ലാൻഡ്. ഇപ്പോൾ ഒരു ഹില്ലി ഏരിയയിലൊക്കെ താമസിക്കാൻ തന്നെ ലാൻഡ് അവൈലബിൾ ആണ്, ബട്ട് ആരും അത് പ്രിഫർ ചെയ്യുന്നില്ല. സോ ആ ലാൻഡ് ക്വാളിറ്റി കുറവാണ്. പിന്നെ തീരെ വെജിറ്റേഷൻ ഇല്ലാത്ത ലാൻഡ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ പോവേർട്ടിയാണ് ഉണ്ടാകുന്നത്. പിന്നെ ആളുകൾ അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇതിനുള്ള റീസൺസ് ലാൻഡ് സ്ലൈഡ്, സോയിൽ ഇറോഷൻ, ഡിസേർട്ടിഫിക്കേഷൻ. പറഞ്ഞ പോലെ ആ സോയിലിൻ്റെ കെമിക്കൽ ക്വാളിറ്റി ഇല്ലാതെയാവുകയാണ്. പ്ലസ് അതിൻ്റെ സ്ട്രക്ചറൽ പ്രോപ്പർട്ടിയും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു ഉറപ്പില്ലാത്ത സോയിലായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെയാണ് സോയിൽ ഡീഗ്രഡേഷൻ അഥവാ ലാൻഡ് ഡീഗ്രഡേഷൻ്റെ റീസൺസ്. അപ്പോൾ ഈ നാച്ചുറൽ റിസോഴ്സസുകൾ നമുക്ക് എങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ട് കൺസേർവ് ചെയ്യാനായിട്ട് പറ്റും? ഒന്നാമത് ഫോസിൽ ഫ്യൂവൽസിനുള്ള ഡിപ്പെൻഡൻസ് കുറയ്ക്കുക, മറ്റ് റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി നമ്മൾ കണ്ടെത്തുക. പിന്നെ എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിന്യൂവബിൾ എനർജി സോഴ്സസ് നമ്മൾ കണ്ടുപിടിക്കാം. ഇപ്പോൾ സോളാർ ആയാലും അതുപോലെ ഹൈഡൽ പവർ ഒക്കെ എക്സാമ്പിൾസാണ്. പിന്നെ ഡിഫോറസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാതെയാക്കുക. പ്ലാൻ മോർ ട്രീസ്. 3R കോൺസെപ്റ്റ് എല്ലാ മേഖലയിലും ഉപയോഗിക്കാൻ ശ്രമിക്കാം. പിന്നെ അഗ്രികൾച്ചർ പ്രാക്ടീസസ് സസ്റ്റൈനബിളായി കൊണ്ടുപോകുക. പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസറൊക്കെ അതിൻ്റെ എമൗണ്ടിൽ തന്നെ യൂസ് ചെയ്യുക. ഡിഫോറസ്റ്റേഷൻ ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഫോറസ്റ്റേഷൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. വാട്ടർ മാനേജ്മെൻറ്റ് സസ്റ്റൈനബിളായിട്ട് ചെയ്യാം. പിന്നെ പ്രൊവൈഡിങ് ഫുഡ് സെക്യൂരിറ്റി എല്ലാ ആളുകളിലേക്കും ആഡക്വേറ്റ് ഫുഡ്, ന്യൂട്രീഷ്യസ് ഫുഡ് നമ്മൾ എത്തിക്കുക.
ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും അതുപോലെ റീസൈക്കിളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഗുഡ് ഗ്രേഡ് മെറ്റീരിയൽസ് വെച്ചുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാം. പിന്നെ ഇൻ്റഗ്രേറ്റഡ് പ്ലാൻസ്, അതായത് ഒരു പോളിസി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അതിനെല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഒരാൾ മാത്രം ചെയ്യുക ബാക്കിയുള്ളവർ ഒരു ചേഞ്ചും വരുത്താതിരിക്കുന്ന അവസ്ഥയ്ക്ക് പോരുത്, എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളൊരു ചിന്തയിൽ ചെയ്യാം. അടുത്ത എൻവയൺമെൻറ്റൽ കൺസേൺ ക്ലൈമറ്റ് ചേഞ്ചാണ്. ഇത് ഇന്നത്തെ ഒരു ഡെക്കേഡിൽ, ഇന്നത്തെ ഒരു സെഞ്ച്വറിയിൽ വളരെയധികം അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോളാർ ഔട്ട്പുട്ട്, ദി റേഡിയേഷൻ ഫ്രം സൺ, പിന്നെ എർത്ത് സൺ ജിയോമെട്രി, അതായത് എർത്ത് കറങ്ങുന്ന ആ ഒരു എലിപ്റ്റിക്കൽ പാത്തിൽ വരുമ്പോൾ ഓരോ സമയത്തും ഓരോ ഡിസ്റ്റൻസാണ് സണ്ണിൽ നിന്നുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് ആ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ അനുസരിച്ച് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യും. ഹീറ്റ് ഇൻപുട്ട്, ഹീറ്റ് നമുക്ക് ലഭിക്കുന്ന ഹീറ്റ് ചേഞ്ച് ചെയ്യും. ഇൻറ്റർസ്റ്റെല്ലാർ ഡസ്റ്റ്, അതായത് സെലസ്റ്റിയൽ ബോഡിയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന എമിഷൻസ്, ഡസ്റ്റ്. ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും അതുപോലെ റീസൈക്കിളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഗുഡ് ഗ്രേഡ് മെറ്റീരിയൽസ് വെച്ചുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാം. പിന്നെ ഇൻ്റഗ്രേറ്റഡ് പ്ലാൻസ്, അതായത് ഒരു പോളിസി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അതിനെല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഒരാൾ മാത്രം ചെയ്യുക ബാക്കിയുള്ളവർ ഒരു ചേഞ്ചും വരുത്താതിരിക്കുന്ന അവസ്ഥയ്ക്ക് പോരുത്, എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളൊരു ചിന്തയിൽ ചെയ്യാം. അടുത്ത എൻവയൺമെൻറ്റൽ കൺസേൺ ക്ലൈമറ്റ് ചേഞ്ചാണ്. ഇത് ഇന്നത്തെ ഒരു ഡെക്കേഡിൽ, ഇന്നത്തെ ഒരു സെഞ്ച്വറിയിൽ വളരെയധികം അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോളാർ ഔട്ട്പുട്ട്, ദി റേഡിയേഷൻ ഫ്രം സൺ, പിന്നെ എർത്ത് സൺ ജിയോമെട്രി, അതായത് എർത്ത് കറങ്ങുന്ന ആ ഒരു എലിപ്റ്റിക്കൽ പാത്തിൽ വരുമ്പോൾ ഓരോ സമയത്തും ഓരോ ഡിസ്റ്റൻസാണ് സണ്ണിൽ നിന്നുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് ആ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ അനുസരിച്ച് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യും. ഹീറ്റ് ഇൻപുട്ട്, ഹീറ്റ് നമുക്ക് ലഭിക്കുന്ന ഹീറ്റ് ചേഞ്ച് ചെയ്യും. ഇൻറ്റർസ്റ്റെല്ലാർ ഡസ്റ്റ്, അതായത് സെലസ്റ്റിയൽ ബോഡിയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന എമിഷൻസ്, ഡസ്റ്റൊക്കെ അത് ഈ സ്പേസിൽ ഫുൾ അത് ഉണ്ടാവും. പിന്നെ വോൾക്കാനിക് എമിഷൻസ്, പിന്നെ അറ്റ്മോസ്ഫിയറിക് കെമിസ്ട്രി, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പാർട്ടിക്കിൾസൊക്കെ എത്രമാത്രം കോൺസെൻട്രേഷനിലുണ്ട് എന്നുള്ളത്. പിന്നെ അറ്റ്മോസ്ഫിയറിക് റിഫ്ലക്റ്റിവിറ്റി, ഇപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൻ്റെ കെമിസ്ട്രി ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഈ സൺലൈറ്റ് ആയാലും ഹീറ്റ് ആയാലും ഒക്കെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതിൻ്റെ ആ ഒരു റേഷ്യോ മാറും. സർഫസ് റിഫ്ലക്റ്റിവിറ്റി, എർത്തിൻ്റെ സർഫസിൽ വന്നിട്ട് ഈ ഹീറ്റും ലൈറ്റും റിഫ്ലക്റ്റ് ചെയ്യുന്നതിൻ്റെ പാറ്റേൺ. പിന്നെ ഓഷ്യൻ ഹീറ്റ് എക്സ്ചേഞ്ച്, ഓഷ്യൻ ടു ലാൻഡ് ആൻഡ് ലാൻഡ് ടു ഓഷ്യൻ കറണ്ട്, അതായത് വിൻഡ് കറണ്ട് ഉണ്ടാകുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന എനർജി ട്രാൻസ്ഫറും, അപ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ഹൈ പ്രഷർ ലോ പ്രഷർ വിൻഡ് ഒക്കെ അതിൻ്റെയൊക്കെ എമൗണ്ട് ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ്, നമ്മുടെ ടെക്ടോണിക് പ്ലേറ്റ്സ് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എർത്തിൻ്റെ അടിയിലുള്ള പ്ലേറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് കോണ്ടിനെൻറ്റ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് മോഷൻ അവർക്ക് എപ്പോഴും ഉണ്ട്. ആ റിലേറ്റീവ് ചേഞ്ച് ഇൻ പൊസിഷൻ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മൗണ്ടൻ ബിൽഡിംഗ്, ഇപ്പം ചില പ്ലേസുകൾ തമ്മിൽ കൂടുതൽ അടുത്തേക്ക് വരുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഇടയിലുള്ള ഒരു മൗണ്ടൻ ഫോർമേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഫാക്ടേഴ്സ്. ഇനി കോസസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ആദ്യത്തത് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റാണ്. അപ്പോൾ നമുക്കറിയാം 225 million years ago ഈ കോണ്ടിനെൻറ്റ്സ് ഒന്നും ഇങ്ങനെയായിരുന്നില്ല. ഇറ്റ് വാസ് ഓൾ എ ബിഗ് വൺ ലാർജ് ലാൻഡ് മാസ്. പിന്നെ അത് പതിയെ അത് ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഡ്രിഫ്റ്റും ശരിക്കും പറഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ചിൽ ഒരു വലിയ ഭാഗം, ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ലാൻഡ് മാസിൻ്റെയും ഫീച്ചേഴ്സ് മാറി, കാരണം അതിൻ്റെ പൊസിഷൻ മാറിയല്ലോ. പിന്നെ അതിൻ്റെ അടുത്തുള്ള വാട്ടർ ബോഡീസ് മാറി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സ്ഥലത്ത് തീരെ വാട്ടർ ബോഡി ഇല്ലാതിരുന്ന സ്ഥലത്ത് പെട്ടെന്ന് ആ ലാൻഡ് സ്പ്ലിറ്റ് ചെയ്ത് മാറിയപ്പോൾ ആ സ്ഥലത്തിന് ഒരു വാട്ടർ ബോഡി ലഭിച്ചു. അപ്പോൾ അവിടുത്തെ ഓഷ്യൻ കറണ്ട്, വിൻഡ് പാറ്റേൺ ഒക്കെ ചേഞ്ചായി. അപ്പോൾ അതിനനുസരിച്ച് അവിടുത്തെ ടെമ്പറേച്ചറൊക്കെ ചേഞ്ചായി. അപ്പോൾ അതൊരു റീസണായിരുന്നു ക്ലൈമറ്റ് ചേഞ്ചിനുണ്ടായത്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹിമാലയൻ റേഞ്ചൊക്കെ ഇപ്പോഴും 1 millimeter ഹൈറ്റ് വെച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും. കാരണം ഇന്ത്യൻ ലാൻഡ് മാസ് കോണ്ടിനെൻറ്റിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ
കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് ഒരു ഏജ് ലോങ് ഫാക്ടറാണ്. പിന്നെ വേരിയേഷൻസ് ഇൻ സോളാർ ഔട്ട്പുട്ട്. നമുക്ക് സണ്ണാണ് നമുക്ക് വേണ്ടുന്ന അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ ആ സണ്ണ് ഓരോ ക്ലൈമറ്റിലും നമുക്ക് തരുന്ന ഹീറ്റ് ഇൻപുട്ട് അല്ലെങ്കിൽ ലൈറ്റ് ഇൻപുട്ട് ഡിഫറെൻ്റ് ആണ്. ഈ സയൻറ്റിസ്റ്റൊക്കെ ഒരുപാട് കാലമായിട്ട് സ്റ്റഡി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് സൺസ്പോട്ട്. അതായത് ഹ്യൂജ് മാഗ്നറ്റിക് സ്റ്റോംസ് കാരണം ആ ഒരു ഏരിയ ഒരിത്തിരി കൂളറായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സ്പോട്ടുകളൊക്കെ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനൊരു റീസൺസാണ്. പിന്നെ ന്യൂമറിക്കൽ ക്ലൈമാറ്റിക് മോഡൽസൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നത് 1% സോളാർ ഇൻപുട്ട് ചേഞ്ച് ചെയ്താൽ പോലും നമ്മുടെ ടെമ്പറേച്ചർ 1 ഡിഗ്രിയൊക്കെ ഓൾമോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നതാണ്. പിന്നെ അടുത്ത റീസണാണ് വോൾക്കാനോസ്. വോൾക്കാനോസ് എന്ന് പറയുമ്പോൾ ഹൈ ഇറപ്ഷൻ ഉണ്ടാകുമ്പോൾ അതിനകത്ത് നിന്ന് ലാവ മാത്രമല്ല സ്മോക്കും ഡസ്റ്റും ഒക്കെ ആ ഒരു പുകയൊക്കെ ഉണ്ടാകുമ്പോൾ സൺലൈറ്റ് നമ്മളെ എർത്തിലേക്ക് റീച്ച് ചെയ്യുന്നത് വളരെ കുറയും. അപ്പോൾ ആ ഒരു ഏരിയയിൽ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ഡിഫറൻസ് വരും, അങ്ങനെ ക്ലൈമറ്റ് ഡിഫറൻസ് വരും. പിന്നെ അടുത്തതാണ് എർത്ത്സ് ടിൽറ്റ്. എർത്ത് ഒരു 23.5 ഡിഗ്രി ആംഗിൾ ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1/2 ഓഫ് ദി ഇയർ ഇറ്റ് ഈസ് സമ്മർ. അത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ അങ്ങനെയാണ്. അതർ ഹാഫ് വെൻ ഇറ്റ് ഈസ് വിൻ്റർ. എർത്തിൻ്റെ ടിൽറ്റ് മറ്റേ സൈഡിലേക്കാണ് ഈ വിൻ്റർ സീസണിൽ. അപ്പം ഈ ടിൽറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ സീസൺസേ ഉണ്ടാവില്ലായിരുന്നു. അപ്പം ആ ടിൽറ്റ് ഒരു വളരെ വലിയ റീസണാണ്. പിന്നെ ഓഷ്യൻ കറൻറ്റ്സ്. അപ്പം വാട്ടർ ബോഡി മെയിൻലി ഓഷ്യനിലൊക്കെ സണ്ണിൻ്റെ റേഡിയേഷൻ ഈ വാട്ടർ അബ്സോർബ് ചെയ്യുന്നതും ലാൻഡിൽ സോയിൽ അബ്സോർബ് ചെയ്യുന്നതും ഡിഫറെൻറ്റ് റേഷ്യോയിലാണ്. അപ്പോൾ അതിനനുസരിച്ച് പ്രഷർ വേരിയേഷൻസ് വരും, ടെമ്പറേച്ചർ വേരിയേഷൻസ് വരും. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് വിൻഡ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ലാൻഡ് ബ്രീസ്, സീ ബ്രീസ് എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ ഒരു ഡയറക്ഷനിലേക്ക് രാത്രി അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കൊക്കെ ഉണ്ടാവുന്നത്, ഈ വിൻഡ് ഫ്ലോ ഉണ്ടാവുന്നതും. അതുകൊണ്ട് ഓഷ്യൻ്റെ അടുത്തുള്ള റീജിയൻസിൽ പൊതുവേ ടെമ്പറേച്ചർ കുറച്ചും കൂടി യൂണിഫോം ആയിരിക്കും. ഒന്നുമല്ലാതെ നമ്മളെ ഹ്യൂമൻ ആക്ടിവിറ്റി കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനൊക്കെ വലിയ ഇഷ്യൂ ആണ്. 0.6 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ നമ്മളെ ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ. അപ്പോൾ അതൊക്കെ നമ്മുടെ ആക്ടിവിറ്റി കൊണ്ട് തന്നെയാണ്. ദി യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് UNFCCC ക്ലൈമറ്റ് ചേഞ്ചിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ്: എ ചേഞ്ച് ഓഫ് ക്ലൈമറ്റ് വിച്ച് ഈസ് ആട്രിബ്യൂട്ടഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടു ഹ്യൂമൻ ആക്ടിവിറ്റി ദാറ്റ് ഓൾട്ടേഴ്സ് ദി കോമ്പോസിഷൻ ഓഫ് ദി ഗ്ലോബൽ അറ്റ്മോസ്ഫിയർ and which is in addition to natural climate variability observed over comparable time periods എന്നാണ്. ഇതൊരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ എന്ന രീതിയിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അത് ഇഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ഫസ്റ്റ് സർഫസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ ഓഷ്യൻ ആസിഡിഫിക്കേഷൻ, ഓഷ്യനിലുള്ള pH ചേഞ്ച് ചെയ്യും. പിന്നെ ഗ്ലേസിയേഴ്സ് മെൽറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് ഫ്രഷ് വാട്ടർ സോഴ്സാണ് ഇല്ലാതെയായി പോകുന്നത്. പിന്നെ ഈ ഗ്ലേസിയേഴ്സ് എന്ന് പറയുമ്പോൾ ഐസ് ഫോമിലാണ്. അതേസമയം വാട്ടർ ആകുമ്പോൾ അതിൻ്റെ ഹീറ്റ് ആൻഡ് ലൈറ്റ് അബ്സോർപ്റ്റിവിറ്റിയിലും റിഫ്ലക്റ്റിവിറ്റിയിലൊക്കെ ഡിഫറൻസ് വരും. പിന്നെ റെയിൻഫോൾ പാറ്റേൺ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഓരോ നാട്ടിലെ സ്വാഭാവികമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന റെയിൻ എമൗണ്ട് അല്ല പിന്നീട് കിട്ടുന്നത്. പിന്നെ ഡ്രോട്ട്, ഹീറ്റ് വേവ്സ്, ഫ്ലഡ്സ്. നമ്മുടെ നാട്ടിലായാലും നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് ഫ്ലഡും ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ റീസൺ. പിന്നെ ഈ ഗ്ലേസിയേഴ്സൊക്കെ മെൽറ്റ് ചെയ്യുമ്പോൾ സീ ലെവൽ റൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവൻച്വലി ഇതൊക്കെ ബയോഡൈവേഴ്സിറ്റീനെ എഫക്റ്റ് ചെയ്യും, അക്വാട്ടിക് ലൈഫിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ ഓരോ സ്ഥലത്തെയും ഇൻഡിജിനസ് ആയിട്ടുള്ള ഫ്ലോറ ആൻഡ് ഫോണയെ അത് എഫക്റ്റ് ചെയ്യും. വേറെ ഏത് നാട്ടിലും കണ്ടുവരാതെ ആ ഒരു നാട്ടിൽ മാത്രമുള്ള പ്രത്യേകതയായ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് അവിടെ നിന്ന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ എക്സ്റ്റെൻഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഡിസീസ് സ്പ്രെഡും ഒരു റീസണാണ്. ഒരുപാട് ഓർഗാനിസംസ് വഴി ക്യാരി ചെയ്യപ്പെടുന്ന വെക്ടർ ബോൺ ഡിസീസസ് പെരുകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞ ഇഷ്യൂ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് ഗ്ലോബൽ വാർമിംഗ്? ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി അപ്പാരൻറ്റ് ഓവറോൾ വാർമിംഗ് ട്രെൻഡ് ഓഫ് ദി എർത്ത്സ് അറ്റ്മോസ്ഫിയർ വെൻ ദി അറ്റ്മോസ്ഫിയർ ബിക്കംസ് സാച്ചുറേറ്റഡ് വിത്ത് എക്സസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഇപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഗ്യാസിൻ്റെ എക്സസ് എമിഷൻ മൂലം
നമ്മുടെ എർത്തിൻ്റെ ഓവറോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ്. അതിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഗ്രീൻ ഹൗസ് എഫക്ട്സ്? അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇസ് എ റൈസ് ഇൻ ടെമ്പറേച്ചർ ദാറ്റ് ദി എർത്ത് എക്സ്പീരിയൻസ് ബിക്കോസ് സർട്ടൻ ഗ്യാസസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ നോൺ ആസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് which are water vapor, CO2, hydrogen oxides, methane, etc. trap energy from sun. അപ്പോൾ സണ്ണിൻ്റെ ഹീറ്റിനെ റിഫ്ലക്റ്റ് ചെയ്ത് വിടണം. ഒരു എമൗണ്ട് വരെ നമ്മൾ അബ്സോർബ് ചെയ്യാനായിട്ട് ഫേവറബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അത് ചെയ്യാതെ കുറച്ചും കൂടി എക്സ്ട്രാ എമൗണ്ട് അബ്സോർബ് ചെയ്യുന്ന കോമ്പൗണ്ട്സാണ് ഈ പറഞ്ഞ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പോൾ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ്, അതായത് നമുക്കറിയാം ഈ ചെടികളൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു നഴ്സറി പോലെ ഉണ്ടാക്കും. അപ്പോൾ അതിന് ഫുൾ ഗ്ലാസ് കവറിങ് കൊടുക്കും. അപ്പോൾ എന്തുകൊണ്ടാണ്? ആ ഉള്ളിലേക്ക് എത്തിയ ഹീറ്റ് തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. ഒരു ഗ്രീൻ ഹൗസ് പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് എർത്ത്. വന്ന ഹീറ്റ് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ അതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അപ്പോൾ അതാണ് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഏറ്റവും വലിയ റീസൺ. ഗ്ലോബൽ വാർമിംഗ് എന്താണ്? ഫസ്റ്റ് ഇൻക്രീസ് ഇൻ ദ ഗ്ലോബൽ സർഫസ് ടെമ്പറേച്ചർ. അപ്പോൾ അത് തന്നെയാണ് ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. പിന്നെ മെൽറ്റിംഗ് ഓഫ് ഗ്ലേസിയേഴ്സ്, ഈ ഐസ് ആയിരിക്കുന്നതെല്ലാം വാട്ടറിലേക്ക് മെൽറ്റ് ചെയ്ത് പോവാണ്. അതുകൊണ്ട് സീ ലെവലും റൈസ് ചെയ്യാണ്. അപ്പോൾ അവിടുത്തെ അക്വാട്ടിക് ലൈഫിനുള്ള ഒരു എക്സിസ്റ്റൻസ് ഹാംഫുൾ ആവുകയാണ് ഈ ഒരു റീസൺ കൊണ്ട്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ വെക്ടർ ബോൺ ഡിസീസസ് നേരത്തെ പറഞ്ഞു, മൈക്രോബിയൽ പത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ഒരുപാട് ഇൻക്രീസ് ചെയ്യാണ്. അപ്പം അങ്ങനെ കാരിയേഴ്സ് വഴിയുള്ള ഡിസീസ് സ്പ്രെഡ് കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒക്കറൻസ് ഓഫ് എക്സ്ട്രീം വെതർ ഫിനോമിനൻ. ഇപ്പോൾ ചൂടാണെങ്കിൽ ഭയങ്കര ചൂട്, അല്ലെങ്കിൽ തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പ്, അങ്ങനത്തെ എക്സ്ട്രീം കണ്ടീഷനിലായിരിക്കും ക്ലൈമറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു ട്രോപ്പിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു യൂണിഫോം ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പിന്നെ എസിഡിഫിക്കേഷൻ ഓഫ് ഓഷ്യൻസ്, അത് നേരത്തെ പറഞ്ഞാണ്. പിന്നെ ലാർജ് സ്കെയിൽ ഒക്കറൻസ് ഓഫ് ഫോറസ്റ്റ് ഫയർസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ തന്നെ ഫോറസ്റ്റ് ഫയർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുകയാണ്, ഒരു ഫയറിനുള്ള ചാൻസ് കൂടുകയാണ്. പിന്നെ നമ്മുടെ ക്രോപ്പ് ഈൽഡിലും അതുകൊണ്ട് ഈൽഡ് കുറയും. കാരണം ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവ് എല്ലാ പ്ലാന്റ്സിനും ഉണ്ടാവില്ല. അതിൻ്റെ അഡാപ്റ്റേഷനും കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഫുഡും ഒരു വിഷയമായിട്ട് വരും. അടുത്തത് മെഷേഴ്സ് ടു കൺട്രോൾ ഗ്ലോബൽ വാർമിംഗ് ആണ്. അടുത്തത് റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ പ്രിൻസിപ്പിൾ തന്നെയാണ്. പിന്നെ ഡ്രൈവിങ് നമ്മൾ സൂക്ഷിക്കണം. മാക്സിമം നമ്മൾ ഫ്യൂവല് കുറച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ആളുകളുടെ അടുത്തും നമ്മൾ എനർജി കൺസേർവ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക. പിന്നെ CFL LED ലാമ്പുകൾ കൂടുതൽ യൂസ് ചെയ്യുക. LED ആണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഇപ്പോൾ മറ്റേ ടങ്സ്റ്റൺ ബൾബുകളൊക്കെ ഒഴിവാക്കുക. റിന്യൂവബിൾ എനർജി യൂസേജ് പ്രൊമോട്ട് ചെയ്യുക. ഇപ്പോൾ സോളാറൊക്കെ നല്ലോണം ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഫോസിൽ ഫ്യൂവലിൽ നമുക്കിപ്പോൾ സബ്സിഡി കിട്ടുന്നതുകൊണ്ട് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അത് മാറ്റണം. അപ്പോൾ അതിന് ഫോസിൽ ഫ്യൂവൽസിൻ്റെ സബ്സിഡി ഒഴിവാക്കണം. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിലൂടെ മീഥേൻ എമിഷൻ നമ്മൾ റിക്കവർ ചെയ്യാം. അപ്പോൾ മീഥേൻ വരുന്ന സാഹചര്യം നമ്മൾ മാക്സിമം ഉണ്ടാക്കാതിരിക്കാം. പിന്നെ ആ മീഥേൻ അല്ലെങ്കിൽ യൂസ് ചെയ്ത് കളയാനായിട്ട് വെറുതെ അറ്റ്മോസ്ഫിയറിലേക്ക് വിടാതെ അതൊരു ഫ്യൂവൽ സോഴ്സായിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ റിഫോറസ്റ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. 1 single tree will absorb 1 ton of CO2 during its lifetime എന്നാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് CO2 അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നത് തടയാനായിട്ട് പറ്റും. പിന്നെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹോം അപ്ലയൻസസ് ഇതെല്ലാം നോക്കി വാങ്ങാതെ അതിൻ്റെ സസ്റ്റൈനബിലിറ്റിയും അതിൻ്റെ എക്കോ ഫ്രണ്ട്ലിനെസ്സും നോക്കിയിട്ട് നമ്മൾ വാങ്ങാം. പിന്നെ എനർജി എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ജനറേഷനും ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനിലൊക്കെ നമ്മൾ ശ്രദ്ധ ചെലുത്താം. പിന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്ന പകരം നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെയായിട്ട് നട്ട് വളർത്തിയ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ സീസണലി കിട്ടുന്നതിന് അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഒരുപാട് ഫ്യൂവൽ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലോർക്കാം. ഇഷ്യൂവാണ് ഓസോൺ ലെയർ ഡെപ്ലീഷൻ. അപ്പോൾ വാട്ട് ഇസ് ഓസോൺ ലെയർ ഡെപ്ലീഷൻ? ഇറ്റ് റെഫേഴ്സ് ടു ദി ഫിനോമിനൻ ഓഫ് റിഡക്ഷൻസ് ഇൻ ദി എമൗണ്ട് ഓഫ് ഓസോൺ ഇൻ ദി സ്ട്രാറ്റോസ്ഫിയർ. ഈ എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്
അതിൻ്റെ ജനറേഷനും ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനിലൊക്കെ നമ്മൾ ശ്രദ്ധ ചെലുത്താം. പിന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്ന പകരം നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെയായിട്ട് നട്ട് വളർത്തിയ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ സീസണലി കിട്ടുന്നതിന് അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഒരുപാട് ഫ്യൂവൽ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലോർക്കാം. ഇഷ്യൂവാണ് ഓസോൺ ലെയർ ഡെപ്ലീഷൻ. So what is ozone layer depletion? It refers to the phenomenon of reductions in the amount of ozone in the stratosphere. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലാണ് നമുക്ക് യു വി റേസിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ഓസോൺ ഉള്ളത്. അപ്പോൾ അവിടുത്തെ ഓസോൺ എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യു വി റേഡിയേഷൻസ് വരും. അപ്പോൾ അതും ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ വാർമിങ്ങിനും ക്ലൈമറ്റ് ചേഞ്ചിലൊക്കെ ഒരു ഭാഗമാകുന്നുണ്ട്. ഓസോൺ മോളിക്യൂളിലെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടൊരു മോളിക്യൂളാണ്. O3 എന്ന് പറയും. അപ്പോൾ അത് യു വി റേഡിയേഷൻസ് അതുമ്മേ വന്ന് വീഴുമ്പോൾ അത് ഓയും O2 ബ്രേക്ക് ആവും. പിന്നെ ഈ O ആറ്റംസ് കൂടിയിട്ട് അതർ ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഈ O2ൻ്റെ കൂടെ ആ O ചേർന്നിട്ട് വേറെ ഓസോൺ റിലീസ് ഉണ്ടാക്കാൻ പറ്റും. ആ സമയത്ത് കൂടുതൽ ഹീറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യും. അപ്പം അങ്ങനെയാണ് ഓസോൺ യൂസിങ്ങും അതിൻ്റെ റിപ്ലനിഷിങ്ങും നടക്കുന്നത്. സ്ട്രാറ്റോസ്ഫെറിക് ലെയർ ഒരു ഷീൽഡായിട്ട് പ്രവർത്തിക്കുകയാണ് യു വി റേസിനെ തടയുന്നതിന് വേണ്ടിയിട്ട്. ഓസോൺ ഹോൾ എന്താണെന്ന് നോക്കാം. ഓസോൺ ഹോൾ റെഫേഴ്സ് ടു ആനുവൽ ടെമ്പററി റിഡക്ഷൻസ് ഇൻ ദി പോളാർ റീജിയൻസ് വെയർ ലാർജ് ലോസസ് ഇൻ ഓസോൺ occur each spring followed by recovery in the summer. അപ്പോൾ ഓസോൺ കുറഞ്ഞു പോകുന്ന അവസ്ഥ അത് മിക്കപ്പോഴും പോളാർ റീജിയൻസിലാണ് ഉണ്ടാകുന്നത്. കാരണം അവിടുത്തെ എയർ ഡെൻസാണ്. അപ്പോൾ അവിടേക്കാണ് ആ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് സ്പ്രിങ് സീസണിൽ സമ്മറിലായിട്ട് അതൊരു സൈക്കിൾ പോലെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവിടെയുള്ള റിയാക്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. CFCl3+HNu ഗിവ്സ് CFCl2+Cl. അതായത് ക്ലോറോ ഫ്ലൂറോ കാർബൺസ് അതിനെ സൺലൈറ്റ് വന്ന് ഹീറ്റ് ചെയ്യുമ്പോൾ അതിലത്തെ ക്ലോറിൻ ആറ്റം അതിൽ നിന്ന് ലീവ് ചെയ്ത് പോവുകയാണ്. ആ ക്ലോറിൻ ആറ്റം ഓസോണായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ClO+O2 ഫോം ചെയ്യും. അങ്ങനെ ഉണ്ടായ ClO വേറൊരു ഓസോൺ മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫ്രീ ക്ലോറിനും പിന്നെ O2 മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫ്രീ ക്ലോറിനാണ് ആക്ച്വലി ഈ പ്രോബ്ലംസിനെല്ലാം കാരണം. ഓസോൺ ഡിപ്ലീഷൻ്റെ പോസിബിൾ ഇഫക്ട്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇൽ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, സ്കിൻ ക്യാൻസർ, മാലിഗ്നൻറ്റ് മെലാനോമ, സ്ക്വാമസ് സെൽ കാർസിനോമ, അങ്ങനത്തെ കുറേ ക്രോണിക് ആയിട്ടുള്ള ഡിസീസുകളാണ് ഓസോൺ ഡിപ്ലീഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. യു വി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതുകൊണ്ടാണ്. പിന്നെ ഇൻക്രീസ് ട്രോപ്പോസ്ഫിയറിക് സോൺ, അതിൻ്റെ ട്രോപ്പോസ്ഫിയറിക് സോണിലൊരു ഇൻക്രീസ് ഉണ്ടാവും. പിന്നെ കാറ്ററാക്ട് പോലെയുള്ള ഐ പ്രോബ്ലംസ് ഉണ്ടാവും യു വി റേ കാരണം. പിന്നെ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് ലാർവേ അത് കുറയും. കാരണം ഈ യു വി റേസ് തന്നെയാണ് അത് വാട്ടർ ബോഡീസിൽ ചെല്ലുമ്പോൾ എല്ലാ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ അത് ബാധിക്കും. സ്കിൻ ഏജിങ് കൂടും, സ്കിന്നിൽ ഡാർക്ക് പാച്ചസ് ഒക്കെ വരാനായിട്ട് തുടങ്ങും. പിന്നെ ഫ്ലവറിങ് പാറ്റേൺ ഡിഫറൻസ് വരും. അപ്പോൾ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അങ്ങനത്തെ സീഡ്സ് ഒക്കെ ഉണ്ടാകുന്നത് തന്നെ കുറയും, അല്ലെങ്കിൽ അതിൽ ചേഞ്ചസ് വരും. ഇനി ഇൻഡിവിജ്വൽസിനെ ഈ സ്ട്രാറ്റോസ്ഫിയറിക് ലെയർ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നതിൻ്റെ മെഷേഴ്സാണ്. ഫസ്റ്റ് തിങ്, ഓസോൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ റെഫ്രിജറേറ്ററോ എയർ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിലത്തെ ഫ്രയോൺസായ ക്ലോറോ ഫ്ലൂറോ കാർബൺസാണ് ഓസോൺ ലെയറിന് ഏറ്റവും വലിയ ഭീഷണി. അപ്പം ഇപ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറെ കെമിക്കൽസ് വരുന്നുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന റെഫ്രിജറേറ്ററും എ സിയും ഒക്കെ വാങ്ങാനായിട്ട് ശ്രമിക്കാം. വെഹിക്കിൾസിലുള്ള എയർ കണ്ടീഷനിങ് യൂണിറ്റും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. പിന്നെ ഹാലോൺ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ വേറെ ആൾട്ടർനേറ്റീവ്സ് വെച്ച് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. ഡയോക്സൈഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ള എക്സ്റ്റിങ്ക്യൂഷേഴ്സ് യൂസ് ചെയ്യണം നല്ലത്. പിന്നെ അവെയർനെസ് പ്രോഗ്രാംസ്, പിന്നെ നമ്മളെല്ലായ്പ്പോഴും പറയാറുള്ള ഡീഫോറസ്റ്റേഷൻ ഡിസ്കറേജ് ചെയ്യുക, കൂടുതൽ പ്ലാന്റ്സ് നട്ടുപിടിപ്പിക്കുക. അതൊക്കെയാണ് സൊല്യൂഷൻസ്. ടോപ്പിക്കാണ് കാർബൺ ക്രെഡിറ്റ്സ് ആൻഡ് കാർബൺ ട്രേഡിങ്.
അപ്പോൾ ഇതൊരു പുതിയ ടോപ്പിക്കാണ്. അപ്പം എന്താ സംഭവിച്ചതെന്ന് ഇൻ 1997 ദ ക്യോട്ടോ പ്രോട്ടോകോൾ ആസ്ക്ഡ് ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ടു റെഡ്യൂസ് ഓവറോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ബൈ അറ്റ്ലീസ്റ്റ് 5.2% ആസ് കമ്പയർഡ് ടു 1990. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുമ്പോൾ മെയിൻലി കാർബൺ ഡയോക്സൈഡ്, മീതെയിൻ, നൈട്രസ് ഓക്സൈഡ്, പിന്നെ ഹൈഡ്രോഫ്ലൂറോ കാർബൺസ്, പെർഫ്ലൂറോ കാർബൺസ് PF6, പിന്നെ സൾഫർ ഹെക്സഫ്ലൂറൈഡ് SF6, ഇതൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2008-2012 കാലഘട്ടത്തിനുള്ളിൽ ഈ ഒരു 5.2 ഡിഗ്രീസ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്യോട്ടോ പ്രോട്ടോകോൾ പ്രകാരം. അപ്പോൾ ഇതിന് എന്തൊക്കെ മെത്തേഡ്സ് ഫോളോ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. മെത്തേഡ്സ് ആണുള്ളത് എമിഷൻസ് ട്രേഡിംഗ്, ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം, ജോയിൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ എമിഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു കൺട്രി ഇപ്പം കാർബൺ അധികം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ, കാർബൺ ഡയോക്സൈഡ് അധികം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ ടാർഗറ്റ്, അവരുടെ ആ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ്റെ ടാർഗറ്റ് അവർക്ക് മറ്റൊരു കൺട്രിയിലേക്ക് സെല് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൺട്രിക്കും ഓരോ എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് അലൗ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഒരു റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇന്ത്യക്ക് ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്, ആ എമൗണ്ടിനും കുറവേ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതേസമയം വേറൊരു കൺട്രി അവർക്ക് അനുവദിച്ചതിനേക്കാളും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു അലവൻസ് നമുക്ക് അവർക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, പകരം അതേ എമൗണ്ട് നമ്മൾ റെഡ്യൂസ് ചെയ്തിരിക്കുന്ന അതേ എമൗണ്ട് അവർ എക്സ്ട്രാ യൂസ് ചെയ്തോട്ടെ, എക്സ്ട്രാ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ അലൗ ചെയ്യുന്ന രീതിയിൽ ഒരു ട്രേഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കാർബൺ ക്രെഡിറ്റ് മെക്കാനിസമാണ്. അതായത് നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ഏർപ്പാടാണ്. ഇപ്പോൾ സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ CER എന്ന് പറയുന്ന ഒരു പോളിസിയാണത്. ഇറ്റ് ഈസ് ത്രൂ ദി എമിഷൻ റിഡക്ഷൻ പ്രോജക്ട്സ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പം the emitters who have exceeded the GHG emission allocations can purchase these CER to make up the difference. അപ്പം ഏതെങ്കിലും ഒരു കൺട്രി അവർക്ക് കൊടുത്തിട്ടുള്ളതിനേക്കാളും ലെസർ എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതേസമയം വേറൊരു കൺട്രി കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ക്രെഡിറ്റ് പോലെ ഈ ഒരു CER എടുക്കാനായിട്ട് പറ്റും. അപ്പം രണ്ട് കൺട്രി കൂടി ഡിഫറൻസ് മേക്കപ്പ് ചെയ്തു. അങ്ങനത്തെ ഒരു പോളിസിയാണ് ഈ ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം. അപ്പോൾ ഇതുകൊണ്ട് രണ്ട് യൂസ് ഉണ്ട് മെയിൻലി. ഒന്ന്, ഇറ്റ് അസിസ്റ്റ് ഡെവലപ്പിംഗ് നേഷൻ ടു അച്ചീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഡെവലപ്പിംഗ് കൺട്രീസിനെയാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്, അവർ കൂടി സസ്റ്റൈനബിൾ ആയിട്ട് നീങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഇറ്റ് ഓൾസോ അസിസ്റ്റ് developed nations to comply with emission limitations and meet GST reduction commitments. അപ്പോൾ ഇങ്ങനെ ഡെവലപ്പിംഗ് നേഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈവൻ ഡെവലപ്ഡ് നേഷനും അവരുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ മാക്സിമം റിഡ്യൂസ് ചെയ്യാനായിട്ടൊരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം അങ്ങനെയാകുമ്പോൾ അവർക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റും, അതവർക്ക് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യും. ജോയിൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പം അവിടെ പറയുന്നത് NX1 കൺട്രീസ്, അതായത് ഈ ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ NX1 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കൺട്രീസിൽ ഏതെങ്കിലും ഒരു കൺട്രിക്ക് മറ്റൊരു കൺട്രിയിലും കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടുത്തെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അവരുടെ കൺട്രിയിൽ തന്നെ ചില റീജിയൻസിൽ ചിലപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അതിന് പകരം അവർ മറ്റൊരു സ്ഥലത്തെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കാനായിട്ട് അവർ ശ്രമിക്കുക. അപ്പോൾ രണ്ടു പേർക്കും ഉപകാരമായി, ഇവരുടെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്തു, മറ്റുള്ളവർക്ക് അതൊരു ഹെൽപ്പുമായി. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഈ മെക്കാനിസമിനൊക്കെ കൂടിയാണ് നമ്മൾ കാർബൺ ക്രെഡിറ്റ്സ് ആൻഡ് കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ബേസിക്സ് ഓഫ് കാർബൺ ക്രെഡിറ്റ്സ് എന്ന് പറയുമ്പോൾ കാർബൺ ക്രെഡിറ്റ്സ് ഓർ കാർബൺ ഓഫ്സെറ്റ്സ് ഇസ് എ ഫിനാൻഷ്യൽ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്സ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദി റിമൂവൽ ഓഫ് 1 ton ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദി അറ്റ്മോസ്ഫിയർ. അപ്പോൾ 1 ton ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് 1 കാർബൺ ക്രെഡിറ്റ് ആണ്. അപ്പോൾ ആ 1 ton റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കാർബൺ ക്രെഡിറ്റ് കിട്ടി എന്ന് പറയാം. ഇനി വേർ ഡു കാർബൺ ക്രെഡിറ്റ്സ് കം ഫ്രം? കാർബൺ ക്രെഡിറ്റ്സ് നമുക്ക് എങ്ങനെ എക്യൂർ ചെയ്യാൻ പറ്റും? നമ്മൾ ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് റിന്യൂവബിൾ എനർജി ഫോം യൂസ് ചെയ്യുക. അപ്പോൾ അവിടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ അത്രയും കുറഞ്ഞു. പിന്നെ കാർബൺ ട്രീസിലും അതേ പ്ലാന്റ്സിലൊക്കെ പുറത്തു വിടാൻ സാധ്യതയുള്ള കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ അവർ റിലീസ് ചെയ്തിട്ടുള്ള കാർബൺ നമുക്ക് സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ അത്
ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസം നമ്മൾ ഡെവലപ്പ് ചെയ്യാം. കാർബൺ സെക്വസ്ട്രേഷൻ എന്ന് പറയും. അങ്ങനത്തെ പ്രൊസീജിയേഴ്സൊക്കെ നമുക്ക് ഫോളോ ചെയ്യാം. എമിഷൻസിൻ്റെ ട്രേഡിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക? അപ്പോൾ ഈ മെത്തഡോളജി നമ്മൾ ക്യാപ്പ് ആൻഡ് ട്രേഡ് എന്ന് പറയും. അപ്പോൾ ആദ്യം ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മെത്തഡോളജി തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ഇത്ര എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസാണ് മൊത്തം വേൾഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു സ്റ്റാൻഡേർഡ് വയ്ക്കും. എന്നിട്ട് ഇതിനകത്ത് ചില കൺട്രീസിനെ ഈ സമയത്ത് കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടാവുമായിരിക്കും, ചിലർക്ക് വിചാരിച്ചാലും കുറവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കാർബൺ ക്രെഡിറ്റ്സ് കൊടുക്കുകയും വാങ്ങുകയും ചെയ്തിട്ട് ഹോൾ ടോട്ടൽ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ആ ലെവലിലും താഴെ നിർത്തണം. അതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ട്രേഡിങ് ചെയ്യുന്ന മാർക്കറ്റ്, അതിനെ കാർബൺ മാർക്കറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ കാർബൺ മാർക്കറ്റ് എന്ന് പറയുന്നത് തന്നെ 2 തരത്തിലുണ്ട്. ഓരോ ഇൻഡസ്ട്രിയൽ സെക്ടറിനെയാണ് നമ്മൾ ഈ കാർബൺ മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചില കംപ്ലയൻസ് കാർബൺ മാർക്കറ്റും ഉണ്ട്, വോളണ്ടറി കാർബൺ മാർക്കറ്റും ഉണ്ട്. ഇപ്പോൾ ഭയങ്കര പ്രോഫിറ്റൊക്കെയുള്ള വോളണ്ടറി ആയിട്ടുള്ള കാർബൺ മാർക്കറ്റ് അവരവരുടെ ഗ്ലോബൽ പൊസിഷനിൽ ലീഡ് ചെയ്ത് നിൽക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ അവർ വോളണ്ടിയറായിട്ട് തന്നെ ഓൾറെഡി ഒരു പ്രോട്ടോക്കോളും ഇല്ലാതെ തന്നെ അവരുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഏറ്റവും കുറവിൽ നിർത്തും, ഏറ്റവും സസ്റ്റൈനബിളായിട്ട് അവരുടെ പ്രോസസ്സുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. അതേസമയം കംപ്ലയൻസ് കാർബൺ മാർക്കറ്റുകൾ യൂഷ്വലി നമ്മൾ പറയുന്നത് പവർ സ്റ്റേഷൻസ്, ഓയിൽ റിഫൈനറി, അയൺ ആൻഡ് സ്റ്റീൽ പ്രൊഡക്ഷൻ, പിന്നെ പേപ്പർ ആൻഡ് പൾപ്പ് ഇൻഡസ്ട്രി, ഇവർക്കെല്ലാവർക്കും മാക്സിമം പ്രോഫിറ്റ് പോകണം തന്നെയാണ് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് സസ്റ്റൈനബിളായിട്ട് ചിന്തിക്കുന്നതിനേക്കാളും അവർ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഈ പ്രോട്ടോക്കോൾ പ്രകാരം അവർക്ക് അവരെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കേണ്ടതായിട്ട് ഒരു സാഹചര്യം വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയൻസ് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ കൊണ്ട് അത് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ ദോസ് ആർ ദ 2 types ഓഫ് മാർക്കറ്റ്സ്. ഇതാണ് കാർബൺ ഫുട് പ്രിൻറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദി എക്സ്ക്ലൂസീവ് ടോട്ടൽ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് ദാറ്റ് ഈസ് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി കോസ്ഡ് ബൈ ആൻ ആക്ടിവിറ്റി ഓർ പ്രൊഡക്റ്റ് ഓർ ദാറ്റ് ഈസ് അക്യുമുലേറ്റഡ് ഓവർ ദി ഫുൾ ലൈഫ് സൈക്കിൾ ഓഫ് എ പ്രൊഡക്റ്റ് ഓർ ആക്ടിവിറ്റി. നമുക്കറിയാം ഏതൊരു പ്രോസസ്സിലും കാർബൺ ഡയോക്സൈഡ് എമിഷൻ ഉണ്ട്. നമ്മളൊരു കോട്ടൺ ഷർട്ട് ഉണ്ടാക്കി വരുമ്പോഴേക്കും നമ്മളതിൻ്റെ ഓരോ ഡൈയിങ്ങും അല്ലെങ്കിൽ അതിൻ്റെ ഫാബ്രിക്കേഷൻ, അതിൻ്റെ ത്രെഡിങ്ങും അതിൻ്റെ നിറ്റിങ്ങും ഒക്കെ അതിൻ്റെ ഓരോരോ പ്രോസസ്സിങ് വരുമ്പോഴും അവിടെയൊക്കെ കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട് ഓരോ മെഷീനറി വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ. ഇതൊന്നും അല്ലാതെ ഇതിന് തന്നെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു കാർബണിൻ്റെ ഒരു ട്രേസ് പിന്നീട് അത് ലീവ് ചെയ്യുകയാണ്. അപ്പോൾ അതിനാണ് കാർബൺ ഫുട് പ്രിൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ സം ഓഫ് 2 parts. പ്രൈമറി ഫുട് പ്രിൻറ്റും ഉണ്ട്, സെക്കൻഡറി ഫുട് പ്രിൻറ്റും ഉണ്ട്. പ്രൈമറി ഫുട് പ്രിൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഡയറക്റ്റ് എമിഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ്, അതായത് ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസ്, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ, കൺസംഷൻ ഒക്കെ വരുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രൈമറി എമിഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡാണ്. നമുക്കിതിൻ്റെ മുകളിൽ ഡയറക്റ്റ് കൺട്രോളുണ്ട്. ഇപ്പോൾ ബേണിംഗ് സ്റ്റോപ്പ് ചെയ്താൽ ഈ CO2 റിലീസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം സെക്കൻഡറി ആയിട്ടുള്ളതുകൊണ്ട് അവിടെ നമുക്ക് അവരുടെ മാനുഫാക്ചറിങ്ങിൻ്റെ ഇടയിൽ കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്ത് വരുന്നു. അതായത് മറ്റ് ഗ്യാസുകളുടെ കൂടെ കാർബൺ ഡയോക്സൈഡും കൂടി നമുക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമുക്കതിൻ്റെ സോഴ്സും കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റില്ല. ബട്ട് ഇവൻച്വലി കാർബൺ ഡയോക്സൈഡ് അവിടെ ഉണ്ടാവുന്നുണ്ട്. കാർബൺ ഫുട് പ്രിൻ്റ് ഒരു ലോഗോയാണ്, ജസ്റ്റ് ഫോർ റെപ്രസെൻറ്റേഷണൽ പർപ്പസ്. കാർബൺ ഫുട് പ്രിൻറ്റ്സിൻ്റെ ഉണ്ടാവാനുള്ള ഫാക്ടേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പോപ്പുലേഷൻ. കൂടുതൽ ആളുകൾ വരുമ്പോൾ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് എക്സലേഷൻ വരും. പിന്നെ മെറ്റബോളിസത്തിലൂടെയും കാർബൺ ഡയോക്സൈഡ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എനർജി എഫിഷ്യൻസി ഒരു റീസണാണ്. നമ്മൾ ഒരു ഹയർ ഗ്രേഡ് എനർജി സോഴ്സ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും എമിഷൻസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത്. അതേസമയം ഫോസിൽ ഫ്യൂവൽസ് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ കാർബൺ ഡയോക്സൈഡ് എമിഷൻ കൂടും. എനർജി സ്ട്രക്ചർ എന്ന പോയിൻറ്റും ഇത് തന്നെയാണ് പറയുന്നത്. നമ്മൾ ഏത് ഫ്യൂവൽ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ കാർബൺ ഡയോക്സൈഡ് എമിഷനും അതിൻ്റെ ഫുട് പ്രിൻറ്റും. പിന്നെ ടൈപ്പ് ഓഫ് ഇക്കോണമിക് ഡെവലപ്മെൻറ്റ്. ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഫോം ഓഫ് ഇക്കോണമിക് ഡെവലപ്മെൻറ്റും ലേബർ ഇൻറ്റൻസീവ് ഫോം ഓഫ് ഇക്കോണമിക് ഡെവലപ്മെൻറ്റും ഉണ്ടാവും. അപ്പോൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് വെച്ച് നോക്കുമ്പോൾ ലേബർ ഇൻറ്റൻസീവിൽ കൂടുതൽ കാർബൺ എമിഷൻസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ കാർബൺ ട്രേഡിങ്, കാർബൺ എമിഷൻസ്, ആ ഒരു കാർബൺ ഫുട് പ്രിൻറ്റ്, ഈ ഒരു ടെക്നോളജി നമ്മൾ ഇനിയും ഡെവലപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് EEIO, അതായത് എൻവയൺമെൻ്റലി എക്സ്പാൻഡഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് മെത്തഡോളജി, ലൈഫ് സൈക്കിൾ അസസ്മെൻ്റ് ഒക്കെ വഴി അത് ഇനിയും ഡെവലപ്ഡ് ആവേണ്ടതുണ്ട്.
എങ്ങനെ കാർബൺ ഫുട് പ്രിൻറ്റ് റെഡ്യൂസ് ചെയ്യാന്നുള്ള മെത്തേഡ്സാണ് 3R കോൺസെപ്റ്റ്സ്. പിന്നെ പ്ലാന്റിങ് മോർ ട്രീസ്. നേരത്തെ കണ്ടു, ഒരു ട്രീ 1 ton ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറയ്ക്കും. പിന്നെ യൂസ് ലെസ് എയർ കണ്ടീഷനിങ് ആൻഡ് ഹീറ്റിംഗ്, റെഫ്രിജറേഷൻ പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് എന്ന് മാത്രം. നമ്മൾ അങ്ങനെ എക്സ്ട്രാ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക, നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം അത് യൂസ് ചെയ്യുക. പിന്നെ യൂസ് ലെസ് വെഹിക്കിൾസ്, യൂസ് മോർ പബ്ലിക് ട്രാൻസ്പോർട്ട്, റിന്യൂവബിൾ റിസോഴ്സസ് യൂസ് ചെയ്യുക, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ദി അൾട്ടിമേറ്റ് ഗോൾ ഇസ് സസ്റ്റൈനബിളി becoming developed. That's all. Thank you.